കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു ദിവസം കൂടി സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഈ സമയം നമ്മോടൊത്ത് പാസ്റ്റർ ജസ്റ്റിൻ ജോർജ് കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ജീവിതത്തിൽ ദൈവമക്കളെ പലപ്പോഴും നമുക്ക് വിഭിന്നങ്ങളായ അനുഭവങ്ങൾ തന്ന് കർത്താവ് നമ്മളെ നിലനിർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാക്ഷ്യവാചകങ്ങളും ദൈവം തന്നതും ദൈവം നടത്തിയതുമായ വിധങ്ങളാണ്. ഇന്ന് നമ്മുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് പലപ്പോഴും അനുഗ്രഹമായി തീരത്തക്ക നിലയിൽ ദൈവം മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനദീപ്തി സാക്ഷ്യകൂടാരത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇന്ന് നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന കർത്തദാസിനെയും ഓർത്ത് നമുക്ക് ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ പാദാന്തിക്ക് അടുത്ത് വരികയാണ്. കർത്താവെ, തുടക്കം മുതൽ ഒടുക്കം വരെയും അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. കാലാവസ്ഥ പലപ്പോഴും പ്രതികൂലമാണ് എങ്കിലും ദൈവാത്മാവെ, അങ്ങയുടെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണമേ. ദൂരത്തും ചാരത്തുമായിരുന്ന കർത്താവെ, സാക്ഷ്യവാചകം കേൾക്കുന്ന ഇതര മീഡിയകളിലൂടെ സാക്ഷ്യവാചകം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കണം. ഞങ്ങളുടെ അഭിഷിക്തനെ കുടുംബമായിട്ട് മാനിക്കണം. അങ്ങയുടെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കണമേ. അവിടുന്ന് ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവെ ഇന്ന് സാക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്മകൾ കൊണ്ട് നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സകലമാന മുഖത്തോട് നടക്കണം യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററേ. ഇന്ന് സമയക്കാലം ഞങ്ങളുടെ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് പാസ്റ്ററെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ ദാസൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് കർത്തദാസനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ഇടുക്കി ജില്ലയില് തൊടുപുഴ പട്ടണത്തിലാണ് എന്റെ സ്വദേശം. ഞാൻ അവിടെ തൊടുപുഴയിൽ നിന്നാണ് ഇപ്പോ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. എന്റെ പേര് ജസ്റ്റിൻ ജോർജ് എന്ന് സിസ്റ്റർ പറഞ്ഞു, പരിചയപ്പെടുത്തി. എന്റെ സ്വദേശം, ജന്മദേശം തന്നെ ഈ തൊടുപുഴ, ഈ പട്ടണം തന്നെയാണ്. ഞാൻ വിവാഹിതനാണ്, 2 കുഞ്ഞുങ്ങള്. എന്റെ ഭാര്യ ഇപ്പൊ എന്നോടൊപ്പം ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നാണ് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഇടയായി തീർന്നത്. അപ്പോൾ പാസ്റ്റർക്ക് ബാല്യകാലത്തില് പല കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഈ പല ആചാര അനുഷ്ഠാനങ്ങൾ വിട്ടിട്ടാണല്ലോ ഈ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായത്. അപ്പോൾ പാസ്റ്ററുടെ ബാല്യകാലത്തിലെ ചില സ്മരണകളൊക്കെ ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് ഈ സാക്ഷ്യത്തോട് ചേർത്ത് അവയൊക്കെയും നമ്മുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമാകാൻ സാധ്യതയുണ്ട്. കാരണം ബാല്യകാല സ്മരണകളെ കൂടി കൂട്ടി ഇണക്കിക്കൊണ്ട് തന്റെ ദാസന് സാക്ഷ്യങ്ങൾ തുടരാൻ സമയമുണ്ട്. അതിന് അവസരം തരുന്നു. സ്തോത്രം. തീർച്ചയായിട്ടും ബാല്യകാലത്തിൽ തുടങ്ങിയാലേ സാക്ഷ്യം പൂർത്തിയാകുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യമായതോ അങ്ങനെ ഒരു പർട്ടിക്കുലർ കാര്യമല്ല. യേശു എന്റെ ജീവിതത്തിൽ വന്നതാണ് എന്റെ സാക്ഷ്യം. അതിന് കർത്താവ് ഒരുപാട് അത്ഭുതകരമായ വഴികളിലൂടെ എന്നെ നടത്തി എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞ എന്റെ ബാല്യകാലത്തെ കുറച്ച് കാര്യങ്ങൾ ആമുഖമായി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എന്റെ മാതാപിതാക്കൾക്ക് ഞാനും എന്റെ സഹോദരിയും 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെറുപ്പകാലം തൊട്ടേ തന്നെ പള്ളി, ഞാനിപ്പോ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഞങ്ങളുടെ പഴയ ഇടവക പള്ളിയിലേക്ക്. സ്തോത്രം. ഇന്നും എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ നാട്ടുകാര്, പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പോ ഞാൻ ആ പള്ളിയിൽ പോകാറുണ്ട്. അവരൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ ഞാനൊരു 3-ാം ക്ലാസ് തൊട്ട് തന്നെ എന്റെ ഓർമ്മയിലുണ്ട്. ഞാൻ എല്ലാ ദിവസവും തന്നെ ശനിയും ഞായറും ഒക്കെ പള്ളിയിൽ പോവുകയും, ഒരു 4-ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊരു ക്രിസ്ത്യൻ ധ്യാനം ഉണ്ടായിരുന്നു, ഒരു വെക്കേഷന്. ചെറിയ കുട്ടികളുടെ ഒരു ധ്യാനം. ആ ധ്യാനത്തിൽ പോയി കഴിഞ്ഞപ്പോ കുറച്ചുകൂടി ഒരു പാട്ട്, പ്രാർത്ഥന, അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഉണ്ടായപ്പോ 4-ാം ക്ലാസ്സോടുകൂടി എനിക്ക് വീണ്ടും കൂടുതൽ ഒരു
ഈ മതപരമായ കാര്യങ്ങളോടൊരു താല്പര്യം കൂടി വന്നു. അപ്പൊ 4ാം ക്ലാസ് തൊട്ട് ഏറെക്കുറെ എന്റെ പ്രീ ഡിഗ്രി കഴിയുന്നോടം വരെ അത്രയും വർഷക്കാലം, അപ്പോ 7-8 വർഷം ഞാൻ എന്റെ പള്ളിയുമായിട്ട് വളരെ സഹകരിച്ചു നിന്നു. ആഴ്ചയിൽ 7 ദിവസവും 365 ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു നിലവാരത്തില് ഞാൻ ആയിരുന്നു. പള്ളിയിൽ കുർബാനയ്ക്ക് കൂടുന്നത് വോൾട്ടർ ബോയ് എന്ന് പറയും, കുർബാനയ്ക്ക് കൂടുകയും ഒക്കെ ആയിരുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞ് 8ലേക്ക് ജയിച്ചപ്പോ ഞങ്ങളുടെ പള്ളിയിൽ ദേവാലയ ശുശ്രൂഷയായിട്ടിരുന്ന ഒരാള് എന്തോ കാരണത്താൽ ജോലി കിട്ടിയോ എങ്ങനെ പോയപ്പോ അതിന് പകരം ഞാൻ ഒരു 3-4 വർഷത്തോളം ആ പള്ളിയിൽ ദേവാലയ ശുശ്രൂഷ എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ പച്ചമലയാളം കപ്പ്യാരെന്നാണ്. പള്ളിയിൽ അച്ഛനെ സഹായിക്കുക, പള്ളിയുടെ കാര്യങ്ങൾ ഒരുക്കുക, കുർബാനയ്ക്ക് വേണ്ടത് ഒരുക്കുക, ഡ്രസ് ധരിപ്പിക്കാൻ വൈദികരെ സഹായിക്കുക, സെമിത്തേരിയിൽ അങ്ങനെയുള്ള കൂദാശകൾക്ക് എല്ലാ പിന്തുണകളും അതിന്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുക. കൃപയാലെന്ന് പറയട്ടെ, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഒരു 15 വർഷത്തോളമായി. ഇന്നും എനിക്ക് ആ പഴയ കാര്യങ്ങൾ, ആ പ്രാർത്ഥന പാട്ടൊക്കെ ഇപ്പോഴും ഒന്ന് മനസ്സ് വെച്ചാൽ അത് ഓർമ്മ വരും. അത്രമേല് ഞാനത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഇപ്പോഴും ആ മരണത്തിന്റെ പാട്ടുകളൊക്കെ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ പാടാറുമുണ്ട്. മരണസമയത്തെ പാട്ടുകൾ ഒക്കെ ഞാൻ ചില സമയത്ത് പാടാറുമുണ്ട്. അപ്പൊ അങ്ങനെ വളരെ നല്ല ലോകപ്രകാരം വളരെ നല്ല രീതിയിൽ ഈ കാര്യങ്ങളുമായി കത്തോലിക്ക സഭയിലെ ഒരു പാട്ടുണ്ടല്ലോ, വളരെ അർത്ഥവത്തായ ഒരു പാട്ട്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ. അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അല്ലേ വളരെ ചിന്തനീയമായിട്ടുള്ള, അത് ആരെഴുതിയാലും വളരെ ചിന്തിപ്പിക്കുന്ന. ഒരുപക്ഷെ പാസ്റ്റർ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെതായ ഇന്നത്തെ ശൈലികളിൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് ഉയരേണ്ടതിനായിരിക്കാം ആ പാട്ടുകൾ ചിലപ്പോൾ പാടുന്നത്. അത് തന്നെ. അതായത് ഒന്നുകിൽ ജീവിതത്തിൽ ഒരു എന്താ പറയുന്ന ഒരു സങ്കടകരമായ അവസ്ഥ വരുമ്പോ, അല്ലെങ്കിൽ ജീവിതത്തിൽ എനിക്ക് താങ്ങാൻ പറ്റാത്ത ദുഃഖം വരുമ്പോ ഞാൻ ആ പാട്ട് എഴുതിയ ആളെ കുറിച്ച് പറയാം. അത് കലാഭവൻ എന്ന് പറയുന്ന ഒരു ട്രൂപ്പ് എറണാകുളത്ത് കൊച്ചിനിലങ്ങാണ്ടാണ്. ഫാദർ ആബേൽ എന്ന് പറയുന്ന ആബേൽ അച്ഛൻ, അദ്ദേഹം കേരളത്തിൽ ഇച്ചിരി ഒരു മിമിക്രി ട്രൂപ്പൊക്കെ തുടങ്ങിയായിരുന്നു. കത്തോലിക്കരുടെ മിക്കവാറും കാര്യങ്ങളിൽ മരണ ശുശ്രൂഷകള്, പിന്നെ ഈ കുരിശിന്റെ വഴി എന്ന് പറയുന്നതൊക്കെ, അതിലെ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ എഴുതിയ വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണ്. കാരണം അദ്ദേഹത്തിന്റെ എഴുതിയ പാട്ടുകൾ അത് വളരെ എന്താ പറയുന്നത്, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. പ്രത്യേകിച്ച് സിസ്റ്റർ കുരിശിന്റെ വഴി കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും പാപപരിഹാര ബലിക്കുകയും ഞങ്ങളുടെ ആ ഒരു 3 വർഷം ഇരുന്ന് വികാരിയച്ഛൻ ഇച്ചിരി ശാരീരിക പ്രശ്നം വന്നപ്പോ ഈ 3 വർഷവും വൈദികനാണെന്ന് ചൊല്ലിക്കൊണ്ട് മല കയറി പോകുന്നത്. പക്ഷെ 2 വർഷം ഞാനാണ് അത് ചെയ്തത്. അപ്പൊ അതിലെ പാട്ടുകളൊക്കെ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. അതുപോലെ തന്നെ ഈ സംസ്കാര ശുശ്രൂഷയിലെ പാട്ടുകളും ഒക്കെ ഉണ്ട്. അതില് ഈ ഒരു പാട്ട് ഞാൻ ഇപ്പൊ സിസ്റ്റർ അത് പറഞ്ഞുകൊണ്ട് ഞാനൊരു 2 വരി ഓർമ്മിപ്പിക്കാം. ഈ മരിച്ച മരണത്തിന്റെ പാട്ടിനോടനുബന്ധിച്ച് ഒത്തിരി അർത്ഥവത്തമായ പാട്ടുകളുണ്ട്. അതിലൊന്നിങ്ങനെയാണ്, ഈ മനുഷ്യൻ പാടുന്നതായിട്ടാണ്, മരിച്ച ആള് പാടുന്നതായിട്ടാണ്, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഹ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ, കേട്ടു നടുങ്ങി മനമിളകി ഭീതി വളർന്നൻ സ്വരമിടറി മിഴുനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. അപ്പൊ ഈ മനുഷ്യൻ, മരണത്തിന്റെ ദൂതൻ വന്നപ്പോ ആ ഒരുക്കമില്ലാത്ത, ശുദ്ധീകരണമില്ലാത്ത, വിശുദ്ധീകരണമില്ലാത്ത ഒരു കത്തോലിക്കന്റെ അവസ്ഥ, അല്ലെങ്കിൽ സോറി ആ പദം വേണ്ട, ഓക്കെ പറഞ്ഞു പോയല്ലോ, ഒരുക്കമില്ലാത്ത ഏതൊരു മനുഷ്യന്റെ അവസ്ഥ, ആ മനുഷ്യൻ ഭയം ഉണ്ടാവും, ഭയചകിതനാവും. മരണത്തെ ഭയപ്പെടുന്ന ഒരവസ്ഥയിൽ ഈ മനുഷ്യൻ ദൂതനോട് ചോദിക്കുകയാണ്, ഒരു നിമിഷം താ, ഞാനൊന്ന് ഒരുങ്ങട്ടെ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാനൊന്ന് ദൈവമായിട്ട് നിരപ്പാകട്ടെ. അപ്പോൾ അതിന് മറുപടിയായി ആ പാട്ടിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ. സത്യത്തില് ഈ കത്തോലിക്ക സഭയിലെ ആത്മീയ ശുശ്രൂഷയ്ക്കുള്ള ഗാനങ്ങള് മനസ്സിരുത്തി കേട്ട് ഗ്രഹിച്ചാൽ തന്നെ ആളുകൾ ക്രിസ്തുവിലാകും. അങ്ങനെ വളരെ വളരെ നല്ലതും സുഖമുള്ളതും മധുരമുള്ളതുമായ ഓർമ്മകളാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ദൈവവചനവുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയത് ഈ കാത്തലിക് ചർച്ചിന്റെ ഉള്ളിൽ വെച്ചാണ്.
ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഓൾട്ടർ ബോയ് ആയിരിക്കുമ്പോൾ, ഞാൻ ദേവാലയ ശുശ്രൂഷ ആയിരിക്കുമ്പോൾ, ആ കാലഘട്ടത്തിൽ മാത്രം കുറെ വർഷത്തേക്ക് ഞായറാഴ്ചകളിൽ ലേഖനങ്ങൾ മാത്രമാണ്. ലേഖനം ഓൾട്ടർ ബോയ് വായിക്കും, സുവിശേഷം പുരോഹിതൻ വായിക്കും. ആ ഒരു കാലഘട്ടത്തിൽ പഴയ നിയമത്തിൽ നിന്ന് നമ്മുടെ പ്രവചന പുസ്തകത്തിൽ നിന്ന് ലേഖനത്തിൽ നിന്ന്, അങ്ങനെ 3 വായന ഞായറാഴ്ചയുണ്ട്. ഞാൻ ഈ ദേവാലയ ശുശ്രൂഷ ആയതുകൊണ്ട് ഞായറാഴ്ച 3 കുർബാനയുണ്ട്. 3 കുർബാനയ്ക്കും ഞാൻ ഇത് റിപ്പീറ്റേഷൻ അടിച്ച് വായിച്ചുകൊണ്ടിരിക്കുക. ഈ 4ാം ക്ലാസ് തൊട്ട് എൻ്റെ ഒരു 17 വയസ്സ് വരെ, ഒരു 10 വർഷത്തിലധികം ഞാൻ ഈ ദൈവവചനവുമായിട്ട് വല്ലാതെ കണക്റ്റഡ് ആയി. വചനം വായിച്ച്, വചനം മനസ്സിലാക്കി, വചനം കേൾക്കുന്നതിനനുസരിച്ച് കർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിന്റെ ഉള്ളില് ഒരുപാട് ചിന്തകൾ, സംശയങ്ങൾ ഒക്കെ തന്നു. അങ്ങനെ ഒരിക്കല് ഈ ഞങ്ങളുടെ ചർച്ചിന്റെ ലൈബ്രറിയില് അത് എനിക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാനും, പുസ്തകങ്ങൾ എടുക്കാനും വായിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോ ഒരിക്കല് ഒരുപാട് പഴയ മലയാള ലിപിയുള്ള ക്രിസ്താനുകരണം എന്ന് പറഞ്ഞൊരു പുസ്തകം, പണ്ട് കാലത്തെയാണ്. അത് ഞാൻ എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് ഒത്തിരി പരമാർത്ഥമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് ഈ ദേവാലയത്തിനുള്ളിലെ വിഗ്രഹങ്ങളെ കുറിച്ചാണ്. അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആ ബുക്ക് വായിക്കുന്നതാണ്. അപ്പൊ ഇതിനു മുമ്പ് എന്റെ വീടിന്റെ അടുത്ത് ഒരു ദൈവദാസൻ കുടുംബമായിട്ടുണ്ടായിരുന്നു. അവര് വന്ന് സംസാരിക്കുമായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഒക്കെ ചെയ്ത് വളരെ സന്തോഷമായിരുന്നു. പക്ഷെ ഞാൻ കാത്തലിക്സിലായിരുന്നെങ്കിലും ചെറുപ്പം തൊട്ടേ യേശുവിനോടാണ് എനിക്ക് സ്നേഹം. ആ യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ നിന്നത്. ഏത് സമയത്ത് കുർബാന, എനിക്ക് യേശു എന്തോ എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്ക് യേശുവിനെ വലിയ ഇഷ്ടമാണ്. അതാ ഈ കുരിശന്റെ വഴിയൊക്കെ എനിക്ക് ഇപ്പോഴും വലിയ ഇഷ്ടമാണ്. കാരണം ആ പീഡാനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കൊണ്ട്. അപ്പൊ ആ പുസ്തകത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടു. അതിൻ്റെ അകത്ത് പറയുന്നത് ദേവാലയത്തിൽ വിഗ്രഹങ്ങൾ വെച്ചതിന്റെ പിന്നിലെ ചേതോവികാരം, അത് ജാതികളിൽ നിന്ന്, മറ്റു ആളുകളിൽ നിന്നൊക്കെ ആദ്യഘട്ടങ്ങളിൽ വന്നവർക്ക് വെറും ഒരു പ്ലെയിനായ സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് അങ്ങനെ ഓരോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊള്ളാൻ ആ കാലഘട്ടത്തിൽ അനുവാദം കൊടുക്കുകയും, ആ അനുവാദം കൊടുക്കുമ്പോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ജനത്തെ, അതായത് വിശ്വാസത്തിൽ വന്ന ആളുകളെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ച് അവരെ പ്രബുദ്ധരാക്കിയതിനു ശേഷം ഇതെല്ലാം എടുത്തു മാറ്റണം എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇത് അനുവദിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ ആ ബുക്ക് ഈ എഴുത്തുകാരൻ എഴുതിയത്. പക്ഷെ എന്താ പറ്റിയേ, ഈ വിഗ്രഹങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വച്ചതിന് ശേഷം ഇത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു വരുമാന മാർഗമായി കഴിഞ്ഞപ്പോ, ഓരോ വിഗ്രഹത്തിന് മുൻപിലും വലിയ എമൗണ്ടുകൾ വരാൻ തുടങ്ങിയപ്പോൾ ഇത് എടുത്തു മാറ്റുവാൻ ഈ സംവിധാനം തയ്യാറായില്ല എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ എന്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു. അത് അവിടെ പറഞ്ഞ്, ഇവിടെ പറഞ്ഞ്, അങ്ങനെ പറഞ്ഞ് മറ്റേ സിസ്റ്റർ കന്യാസ്ത്രീമാരുടെ എന്റെ ടീച്ചേഴ്സിന്റെ ചെവിയിലെത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു. അപ്പൊ സിസ്റ്റേഴ്സ് ഒക്കെ എന്നോട് പറഞ്ഞു, നീ എന്താണ് നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, അല്ല, ഞാൻ ഒരു ബുക്ക് കണ്ടു, അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു, ഞാൻ അത് എന്റെ ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ സംശയത്തിനൊന്നും ചെയ്തില്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ അന്നത്തെ വികാരിയച്ഛനായാലും ഈ വിഷയത്തെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, എന്നോട് ചോദിക്കാതെ ഇനി ലൈബ്രറി തുറക്കുകയോ ബുക്കുകൾ എടുക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ പഴയ ബുക്കുകൾ, അതായത് ഒത്തിരി പഴക്കമുള്ള, അതായത് ഒരു 60-70 ഒത്തിരി പഴക്കമുള്ള ആ ബുക്കുകൾ മുഴുവൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ വലിയ സംഭവം ഉണ്ട്. അപ്പൊ തന്നെ അപ്പോഴും കർത്താവിനോടുള്ള ഈ വലിയ സ്നേഹത്തെ പ്രതി എനിക്ക് 4ാം ക്ലാസ് തൊട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് സുവിശേഷം പ്രസംഗിക്കണം. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിസ്റ്റർ, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എന്റെ ആഗ്രഹം, അത് അന്ന് ഞാൻ ബൈബിൾ വായിക്കും. ആ ബൈബിൾ എന്റെ ഇവിടെ ഇരിപ്പുണ്ട് വീട്ടിൽ, POCയുടെ സമ്പൂർണ്ണ ബൈബിൾ. അതിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിന്റെ ലാസ്റ്റ് ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കും, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികൾക്കും സുവിശേഷം പ്രസംഗിക്കുവിൻ. 8 വയസ്സുള്ളപ്പോ ആ വചനത്തിന്റെ അടിയിൽ എഴുതി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം കർത്താവ് എന്ന് 8 വയസ്സുള്ളപ്പോ പ്രാർത്ഥിച്ചു ഞാൻ. ആ ബൈബിൾ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്, എഴുന്നേറ്റ് വേണം, അല്ലെങ്കിൽ എടുത്ത് കാണിക്കാമായിരുന്നു.
ആ ബൈബിൾ ഇടയ്ക്ക് ഞാൻ എടുത്ത് നോക്കും. കാരണം പണ്ട് എന്റെ കൊച്ചുനാളിലെ എന്നെ സ്പർശിച്ച വചനങ്ങളെല്ലാം അതിൽ അണ്ടർലൈൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വളരെ ഒരു എന്താ പറയുന്നത്, വളരെ വിശുദ്ധമായാണ് ഞാൻ ആ ആദ്യത്തെ വേദപുസ്തകത്തെ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. അപ്പോ അങ്ങനെ ഒക്കെ ആഗ്രഹിച്ച് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ അപ്പൊ എല്ലാവർക്കും, അപ്പൊ ഈ ചർച്ചിൽ എല്ലാവരും എന്നെ വിളിക്കുന്നത് കൊച്ചച്ഛൻ എന്നാണ്, അസിസ്റ്റന്റ് വികാരി എന്ന് പറയാം. കാരണം എല്ലായിടത്തും എല്ലാ കേറ്റൂസുടെ കാര്യങ്ങളിലുണ്ടല്ലോ. ഇപ്പൊ ഒരു ജനനം തൊട്ട് മരണം വരെ എല്ലാ കേസിനും അച്ഛനും ഞാനുമാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്നു. അപ്പൊ ഞാൻ അച്ഛനായ കൊള്ളാമെന്ന് എനിക്കും എന്റെ വീട്ടിലുള്ളവർക്കും എന്റെ നാട്ടിലുള്ളവർക്കും എന്റെ ചർച്ചിലുള്ളവർക്കും ഒക്കെ അങ്ങനെ വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അച്ഛനാകുമെന്ന് തന്നെ എല്ലാവരും വിചാരിച്ചിരുന്നതാണ്. ഞാൻ അങ്ങനെ വെക്കോഷന് അതിന്റെ ക്യാമ്പുകൾക്ക് പോയി. അപ്പൊ 2 ക്യാമ്പുകൾക്ക് പോയി. 2 അവർക്ക് എന്നെ സമ്മതമായിരുന്നു, ഇഷ്ടമായിരുന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് അവര് സെലക്ട് ചെയ്ത ആളുകൾ എന്റെ വീട്ടില് എന്നെ ആ അഡ്മിഷനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അവിടെ ചേർക്കാനായിട്ട് വന്നു. 2 പുരോഹിതന്മാരാണ് വന്നത്. അത് വിൻസെഷൻ VC എന്ന് പറയും. അവരുടെ എയിം തന്നെ സുവിശേഷവൽക്കരണമാണ്. നമ്മുടെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം, പോട്ട, അതൊക്കെ ഈ VC വൈദികരുടെ സംവിധാനങ്ങളാണ്. അപ്പൊ എനിക്ക് അവരുടെ കൂടെ പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ വീട്ടിൽ ആ വൈദികര് 2 പേര് വന്നപ്പോ, ഞാനുണ്ട്, അമ്മയുണ്ട്, പപ്പയുണ്ട്. അന്ന് ഞങ്ങളുടെ വീട് പണിത് മുറ്റത്ത് ഇങ്ങനെ ചുറ്റോടും മണ്ണെടുത്തിട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ 3 പേരും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവര് വന്നത്. അച്ഛന്മാര് കയറിയിരുന്നു, വർത്താനമൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവരൊരു 2 മണിക്കൂറോളം ആ വീട്ടിലിരുന്നു. ഞാൻ സംസാരിച്ചു, എന്റെ അമ്മ സംസാരിച്ചു. പക്ഷെ ഇവര് വന്നപ്പോ റിസീവ് ചെയ്ത് കയറ്റി ഇരുത്തിയിട്ട് പോകാൻ നേരത്ത് പോവാന്ന് പറഞ്ഞപ്പോ എന്നാ ശരി എന്ന് പറഞ്ഞതല്ലാതെ വേറൊരു വാക്കും എന്റെ അപ്പൻ ഇവരോട് സംസാരിച്ചില്ല. അപ്പോ ഇവർ പോകാൻ എഴുന്നേറ്റപ്പോ എന്നോട് പറഞ്ഞു, മോനെ, നിന്റെ പപ്പായ്ക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു, താല്പര്യമില്ലെന്ന് തോന്നുന്നു. നീ ഏതായാലും പ്രീ ഡിഗ്രിക്ക് പോയിട്ട് നിനക്ക് താല്പര്യമാണെങ്കിൽ ഒന്നും നോക്കേണ്ട, നിനക്ക് അത്യാവശ്യപ്പെട്ട ഡ്രസ്സ്, സാധനങ്ങൾ ഒരു ബാഗിൽ എടുത്തോണ്ട് പോരെ, അങ്ങോട്ട് പോരെ. സ്ഥലം അറിയാമല്ലോ, ക്യാമ്പിന് പോയി സ്ഥലം അറിയാം, പോരെ എന്ന് പറഞ്ഞ് ഇവര് പോയി. അങ്ങനെ എന്റെ ജീവിതത്തിൽ അതൊരു വലിയ ദുഃഖമായി പോയി. കാരണം ഞാൻ ആഗ്രഹിച്ചത് ഒരു പുരോഹിതനാകണമെന്നോ അങ്ങനെയൊന്നും അല്ല ആഗ്രഹിച്ചത്. എന്റെ ഒരു ആഗ്രഹം 8ാം ക്ലാസ് തൊട്ട് എന്റെ ഒരു ആഗ്രഹം സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ള വലിയ ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ മേലിൽ ഞാൻ ഇരുന്നു. എനിക്കത് വലിയൊരു ദുഃഖമായി. അങ്ങനെയൊക്കെ പോകാൻ പറ്റാതെ വന്നപ്പോ പിന്നെ എന്റെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ലിസ്റ്റില് 5 പേരുണ്ടായിരുന്നതിൽ 4 പേരും സെമിനാരി ചേർന്നു. ടോട്ടലി ഞാൻ ആകെ അങ്ങ് വല്ലാതെ ഒരു വിഷമമായി. പിന്നെ ഞാൻ ഈ ചർച്ചിന്റെ ആക്റ്റീവായിട്ട് നിന്നതിന് മാറി പിന്നെ ടൗണിലേക്കൊക്കെ പോയി പ്രീ ഡിഗ്രി ഒക്കെ ആയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് അതോടുകൂടി എന്റെ എന്താ പറയുന്നത്, കാത്തലിക് ഭക്തി എന്റെ യൗവനകാലത്ത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം കുറെ വർഷങ്ങള് ഞാൻ ഈ ലോകത്തിൻ്റെതായ എല്ലാ സാഹചര്യത്തിനകത്തും കുടുങ്ങിപ്പോയി. കൂട്ടുകെട്ടില് എന്താ പറയുന്ന കൂട്ടുകെട്ട്, സിനിമ, മദ്യപാനം, ആ കാലഘട്ടത്തിലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി. രാവിലെ വീട്ടിൽ നിന്ന് പോയാൽ വരുന്നതൊക്കെ ഒരു സമയത്തായി. ഈ ഒരു മോഹനെ ഉള്ളതിന്റെയും ഞാൻ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ലാത്തത് കൊണ്ട് എന്നെ ഇവർ വേണ്ട വിധം ശ്രദ്ധിച്ചുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കൂട്ടുകൂടി ഒത്തിരി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നു. ചില വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ എന്റെ ജീവിതത്തില് ഞാനൊരു കാര്യം കൂടി ഇതിനിടയ്ക്ക് പറയാം. ഇതിനിടയ്ക്ക് 3 സുവിശേഷകന്മാർ, 3 ദൈവദാസന്മാർ 3 കാലഘട്ടങ്ങളിലായി അല്ലെങ്കിൽ 3 ടൈം പീരീഡുകളിലായി എന്റെ അടുക്കൽ വരികയും എന്നോട് സുവിശേഷം തെളിവായി പറയുകയും ഞാൻ ആ സുവിശേഷം എന്റെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ഒരിക്കൽ ഒരു പ്രാവശ്യം ഞാൻ രക്ഷാവാചകം ചൊല്ലി രക്ഷിക്കപ്പെടുകയും ചെയ്ത ഒരാളാണ് ഞാൻ. എന്റെ യൗവനത്തിൽ ചെയ്ത കാര്യമാണ്. അപ്പോ അങ്ങനെ ഇരുന്നിട്ടും എനിക്ക് പരമാർത്ഥ ഹൃദയത്തോടെ പറയട്ടെ, എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ പോകേണ്ട ആളല്ല. ഞാൻ വചനപ്രകാരം ജീവിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ ഇനി സ്നാനപ്പെടണം. അപ്പസ്തോലിക ഉപദേശം അനുസരിച്ച് നടക്കുന്ന ഒരു കൂട്ടായ്മയായി ബന്ധപ്പെട്ട് ഞാൻ പോകണം എന്നൊക്കെ എന്റെ മനസ്സിലുണ്ടെങ്കിലും സമൂഹത്തെ പേടിച്ച്, ബന്ധുക്കളെ പേടിച്ച്, സമുദായത്തെ പേടിച്ച്, അയൽക്കാരെയൊക്കെ പേടിച്ച് ഞാൻ ഇത് ഹൈഡ് ചെയ്ത് വെച്ച് ഞാൻ എന്റേതായ ആക്ടിവിറ്റീസിൽ മുന്നോട്ട് പോയി.
അത് ഇപ്പോഴും ഈ ഓരോ ഏരിയയ്ക്ക് ഓരോ പ്രത്യേകത ഉണ്ട് സിസ്റ്ററെ. ഇവിടെ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ അത്ര വേരോട്ടമുള്ള ഒരു സ്ഥലമല്ല, അത്ര അംഗീകാരമുള്ള ഒരു സ്ഥലമല്ല നമ്മുടെ വിശ്വാസത്തിനെന്നുള്ളത് ഒരു പരമാർത്ഥമായ കാര്യമാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ അതിനെ അങ്ങ് എന്താ പറയുന്നത്, അവഗണിച്ചു എന്ന് തന്നെ പറയാം. അവഗണിച്ചു, ചെയ്തതല്ലേ, ഞാൻ അതിനെ അവഗണിച്ചു. കുറെ വർഷങ്ങൾ പോയി. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പിന്നത്തേതിൽ എന്റെ ജീവിതത്തിൽ എല്ലായിടത്തും എനിക്ക് തിരിച്ചടികൾ ഉണ്ടാകാൻ തുടങ്ങി. എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങൾ, എന്ത് ചെയ്താലും വിഷയങ്ങൾ. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അന്നൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങിയത് അത് നശിച്ചു. വീട്ടിലെ പ്രശ്നങ്ങള്, സാമ്പത്തിക ബാധ്യതകള്, പ്രയാസങ്ങള്. അതിനനുസരിച്ച് ഞാൻ എൻ്റെ മദ്യപാനത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ സുഹൃത്തുക്കളുടെ ബന്ധങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾക്കകത്ത് പോയി അകപ്പെട്ടു. ഒത്തിരി എന്താ പറയുന്നത്, പല പോലീസ് കേസുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ ഇതെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്തൊക്കെ പോയെങ്കിലും ഒന്ന് രണ്ട് വിഷയങ്ങളിൽ ഞാൻ വല്ലാതെ പ്രതിസന്ധിയിലായി. എന്താ പറയുന്നത്, എൻ്റെ സകല പ്രസ്റ്റീജും, സകല അഭിമാനവും, സകല സൽപ്പേരും എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ ചെന്നകപ്പെടുകയും, സത്യം പറഞ്ഞാൽ എന്നെ കുറിച്ച് എന്റെ അയൽവാസികൾക്ക്, എന്റെ പ്രിയപ്പെട്ടവർക്ക് സഹതാപം തോന്നുമാറ്, അയ്യോ ഈ കൊച്ചിന് ഇങ്ങനെ പറ്റിയല്ലോ, ഇവൻ എന്താ ഇങ്ങനെയായി പോയതെന്ന് എന്റെ ആളുകൾ, എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ അയൽവാസികൾ എന്നെ കുറിച്ച് സഹതപിക്കുന്ന നിലവാരത്തിലേക്ക് എന്റെ ജീവിതം പോയി. അപ്പൊ ഞാൻ ഏറ്റവും നല്ല അവസ്ഥകളിൽ നിന്നെടുത്തുന്ന പെട്ടെന്നൊരു താഴ്ച എല്ലായിടത്തും. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എവിടെ തൊട്ടോ അവിടെ എല്ലാം പരാജയം, എവിടെ തിരിഞ്ഞോ അവിടെ എല്ലാം പ്രശ്നം. അങ്ങനെ വലിയ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോ സ്തോത്രം, ഞാനിങ്ങനെ വലിയ വിഷമത്തിലായി. വീട്ടിൽ പ്രശ്നങ്ങളായി, നാട്ടിൽ പ്രശ്നങ്ങളായി. അപ്പോഴത്തേക്കും ഞാൻ നല്ലൊരു ഡ്രങ്കൺ, അതായത് ചെറുതായ അളവൊന്നുമല്ല, വളരെ വലുതായ അളവ് ഒക്കെ ആയി. ഞാൻ ആകെ എന്താ പറയുന്നത്, ഞാൻ അന്നേരം അതിന്റെ മനസ്സിലാകണമെങ്കിൽ എന്റെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു STD ബൂത്ത്, കൂൾബാർ സംവിധാനങ്ങളിൽ അങ്ങനെ നല്ല രീതിയിൽ ഫൈനാൻഷ്യലി ഞാൻ ഇതായിരുന്നു. ഞാനൊരു നല്ല രീതിയിൽ വന്നിരുന്നു. എന്നാ പറയുന്നത്, സഭാപരമായാലും രാഷ്ട്രീയപരമായാലും എല്ലാം ഞാൻ നല്ല വെൽ സെറ്റപ്പിൽ നിൽക്കുക. അതായത് എന്റെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ എന്റെ നിയോജക മണ്ഡലത്തില് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു യൂത്തനായിട്ട് ഞാൻ മാറി. ഒരു യുവാവായിട്ടുള്ള ഏതൊരു രീതിയിലും കൊള്ളാവുന്ന ഒരു മനുഷ്യനായി ഞാൻ നിൽക്കുമ്പോ എനിക്ക് 21 വയസ്സാകുന്നത് ഫെബ്രുവരി 7-ാം തീയതിയാണ്. 21 വയസ്സ് ജനുവരി കഴിഞ്ഞു കാണുമെന്നുള്ള വിചാരത്തില് എനിക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ എന്നെ മത്സരിപ്പിക്കാൻ എന്റെ വീട്ടിൽ അന്നത്തെ MLA വന്നു. ഒരു വാർഡിൽ MLA വന്നിട്ട് എന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു, അദ്ദേഹത്തെ നിർത്ത്, കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ അവിടെ ഇല്ല. എന്നിട്ട് എന്റെ ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി SLC ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തപ്പോ ഒരു മാസം വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നടന്നില്ല. അപ്പൊ അങ്ങനെ അങ്ങനെ നിന്നത് കൊണ്ടാണ് ഞാൻ ഇത് എടുക്കാഞ്ഞത്. ഈ വിശ്വാസം, അതിനാ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത്. കാരണം എനിക്ക് ലോകപ്രകാരം പ്രശംസയായ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ആളുകൾ ബഹുമാനിക്കുന്ന, ഒത്തിരി ആളുകൾ സ്നേഹിക്കുന്ന ഒരു സംവിധാനത്തിന്റെ അകത്ത് നിന്നതുകൊണ്ട് എന്താണ് അതിന് പറയുന്നത്, ഈ നിന്ദ ചുമക്കാൻ ഞാൻ മടിച്ചു. യെസ്, അതാണ് അതിന്റെ കറക്റ്റ് വാക്ക്. ക്രിസ്തുവിന്റെ നിന്ദ അഭിമാനമായി എണ്ണാൻ യൗവന കാലത്തിൽ എനിക്ക് കഴിഞ്ഞില്ല. അതൊരു വലിയ പ്രതിസന്ധിയാണ്. അത് പറഞ്ഞു പോയാൽ ഒത്തിരി അങ്ങ് ഞാൻ ഒറ്റ വാക്കി പറയാം. ഒരു വലിയ പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ഒരാഴ്ചയോളം റിമാൻഡിൽ, ജയിലിലൊക്കെ കിടന്നു. അന്ന് എന്റെ വല്യമ്മ മരിച്ചിട്ടില്ല, വല്യപ്പ മരിച്ചു. അതൊരു ഭയങ്കര ഷോക്കായി പോയി. എന്റെ വീടിനകത്ത് ബോംബിട്ടതുപോലുള്ള ഒരു സംഭവമായി പോയി. എല്ലാവരും അങ്ങ് ഇതായി പോയി. എന്നാ പറയാനാ, ഞാൻ ഇന്നത്തെ കാലത്താണ് ഇത് പറയുന്നത്, എന്താണ് പറയുന്നത്, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അത് അന്ന് ഞാൻ അനുഭവിച്ചു. ഞാൻ ആകെ ഡിപ്രഷനിലായി പോയി. എനിക്ക് സത്യത്തിൽ ഒരു ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു അവസ്ഥയായി, ഒരു ഭ്രാന്തനെ പോലെയായി. കാരണം എന്റെ അടുത്ത് എന്തോ മിണ്ടാൻ വന്നാലും ഞാൻ ദേഷ്യപ്പെടുക, തല്ലം തുടങ്ങുക. അങ്ങനെ എന്റെ പിതാവും മാതാവും ഞാൻ ഇങ്ങനെ വല്ലാതെ ദേഷ്യപ്പെടുകയും എന്നെ കണ്ട് പേടിച്ചിട്ട് എന്റെ അപ്പനും അമ്മയും എന്റെ അപ്പന്റെ പെങ്ങളുടെ വീട്ടിൽ പോയി താമസിച്ചു കുറേ ദിവസങ്ങൾ.
കുറെ ദിവസങ്ങൾ അത്ര വയലന്റ് ആകുമായിരുന്നു ഞാൻ. ഞാൻ എന്റെ വീടിന്റെ അകത്ത് മാത്രമായിട്ട് ഒതുങ്ങി. കാരണം എന്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടത് എന്നെ അത്രമേൽ അങ്ങ് വേദനിപ്പിച്ചു. ആത്മഹത്യ ചെയ്യാനാണെന്നുള്ള ഒരു വലിയ തീരുമാനത്തിൽ ഞാൻ ഇരിക്കുക. ആത്മഹത്യ ചെയ്യണമെന്നുള്ള വലിയ തീരുമാനത്തിലിരുന്നു. എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അപ്പോ ഇന്ന് ഞങ്ങളുടെ വീട് ഒത്തിരി അടുത്തടുത്ത, എനിക്ക് അങ്ങനെ ഹൈഡ് ചെയ്ത് ഒത്തിരി ഞാൻ ഇരിക്കാനൊന്നും പറ്റത്തില്ല. സത്യത്തിൽ സിസ്റ്ററെ, ആ സമയത്ത് ഞാൻ റൂട്ടിൽ ഇറങ്ങി ഷേവ് ചെയ്യാനായിട്ടൊരു ബ്ലേഡ് ചോദിച്ചാൽ പോലും അവർ തരത്തില്ലായിരുന്നു കടക്കാര്. നിനക്ക് എന്തിനാ ഇപ്പൊ ബ്ലേഡ്? ഞാൻ ശരി ഷേവ് ചെയ്യണം, അത് ബാർബർ ഷോപ്പ് തുടങ്ങി, അവിടെ പോയി ചെയ്യാൻ പറഞ്ഞു ഇപ്പോഴായിരുന്നു. കാരണം അത്രമേൽ ഒരു സഹതാപ തരംഗം എനിക്കുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, അത്രമേൽ ഒരു തകർച്ച എന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദൈവദാസൻ എന്റെ അടുക്കൽ വന്നു. ഞാനിങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു ബൈക്കിൽ ഒരു ദൈവദാസൻ വന്നു. കുമ്പനാട് നിന്നാണ് വന്നത്. അവരവിടെ പുതിയൊരു വർക്കുമായിട്ട് വന്നതാണ്. 2-3 പേരുണ്ട്. അവർ 3 പേരെന്റെ ആ കടയിൽ വന്നു. എന്നെ കണ്ട് സംസാരിച്ച് പേരൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്റെ കയ്യിൽ ഒരു ട്രാക്ട് തന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നൊരു ട്രാക്ട് എന്റെ കയ്യിൽ തന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ 3 പേരും വളരെ നിറഞ്ഞ, അവരുടെ തെളിഞ്ഞ മുഖം, ചിരിക്കുന്ന മുഖം, അവർ തമ്മിലായാലും വളരെ, ഇതിലാരാണ് സീനിയർ എന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. ഈ 3 ദൈവദാസന്മാർ വന്നു. അതിൽ തല നനച്ച ഒരാളുണ്ട്, തീരെ പ്രായം കുറഞ്ഞ ഒരാളുണ്ട്, ഇതിൽ മിഡിൽ ആയിട്ടുള്ള ആളുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ആ സീനിയർ ആയ ആളായിരിക്കും ഇവരെ റൂൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോ ആ ഏറ്റവും സീനിയറായ, ഏറ്റവും പ്രായമുള്ള ആള് വളരെ താഴ്മയോടെ സംസാരിക്കുക. പക്ഷെ എന്നാ ഒരു നാരങ്ങ വെള്ളം കുടിച്ചാലോ? അപ്പോ ആ ഏറ്റവും താഴ്ന്ന ആള് അതിലും താണ്, അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യ്. എന്നെ അതാണ് ആകർഷിച്ചത്. ഞാൻ പറഞ്ഞ സുവിശേഷം ഞാൻ അറിഞ്ഞതാണ്, രക്ഷിക്കപ്പെട്ടതാണ്. എങ്കിലും ഈ വിശ്വാസത്തിലേക്ക് വരാതെ മടിച്ചു നിന്നിട്ട് എന്റെ മനസ്സിനെ പെട്ടെന്ന് ആകർഷിച്ചത് ഈ 3 ദൈവദാസന്മാരാണ്. ഇവര് തമ്മിലുള്ള ആ വിനയം, എളിമ, ഇവരുടെ എന്താ പറയുന്നത്, ഒരു പോസിറ്റീവ് എനർജി, ആ സൗമ്യത, ഇതെല്ലാം കണ്ട് എനിക്ക് ഇവരെ അങ്ങ് ഇഷ്ടമായി വല്ലാതെ. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു, പേരൊക്കെ ചോദിച്ചു. ഇവിടെ അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ട്രാക്കിൽ നിന്നിട്ട് മോനെ പ്രാർത്ഥിക്കാം, കർത്താവ് നിന്നെ സഹായിക്കും, ദോഷമൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവര് പോയി. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിരുന്ന് ഈ ഡ്രാഫ്റ്റിങ്ങിന് എടുത്ത് വായിക്കുകയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചപ്പോ സിസ്റ്റർ, എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ ജീവിതത്തിൽ വന്ന എല്ലാ കാരണത്തിനും, എല്ലാ തകർച്ചയ്ക്കും, എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണം എന്റെ പാപങ്ങളാണെന്ന് പരമാർത്ഥമായി എനിക്ക് അന്ന് മനസ്സിലായി. ആ ഒറ്റ ട്രാക്ട് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഇടയായി തീർന്നു. ഈ ട്രാക്ട് വായിച്ചതിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞു. എത്ര മണിക്കൂർ കരഞ്ഞെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മണിക്കൂറുകൾ ഇരുന്ന് കരഞ്ഞേച്ച് ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, അപ്പൊ ആ തെറ്റ് പറ്റിപ്പോയി. അതിനുശേഷം ഞാൻ ചെയ്തത്, ഞാൻ ഒരിക്കൽ കൂടി ഒരു പീരീഡിൽ ഞാൻ എടുത്ത് എന്റെ കയ്യിൽ നിന്ന് മാറ്റി വെച്ച ആ ദൈവവചനം, ബൈബിൾ വീണ്ടും ഞാൻ എന്റെ കൈകളിൽ എടുത്തു. ഞാൻ ഇതുപോലൊരു മേശയിൽ ഇരുന്ന് വായിക്കുക, തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ വായിച്ചു പോകുന്നതിനനുസരിച്ച് ഓരോ വചനം വായിക്കുമ്പോഴും ഏതെങ്കിലും ഒരു വചനത്തിനകത്ത് എനിക്കൊരു പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അന്നേരം ഞാൻ ഇരുന്ന് കരയും. കർത്താവ്, ഈ വചനം ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ വായിച്ച് ഏറെക്കുറെ 1 മാസം കൊണ്ട് ഞാൻ ഈ ഫുൾ ബൈബിൾ വായിച്ചു തീർത്തു എന്നുള്ളതാണ്. അതായത് ഈ അക്കങ്ങളും ദേവാലയത്തിന്റെ അളവുകളൊക്കെ പറയുന്നത് ഒഴിച്ച് പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും, അതായത് എന്റെ ജീവിതചര്യ എന്ന് പറഞ്ഞാൽ രാവിലെ ഏൽക്കുന്നു, പല്ല് തേക്കുന്നു, കടയിൽ പോകുന്നു, എന്തെങ്കിലും കഴിക്കുന്നു. കാരണം അപ്പനും അമ്മയും വീട്ടിലില്ലല്ലോ. എന്തെങ്കിലും കഴിക്കുന്നു, കയറി വരുന്നു, ബൈബിൾ വായിക്കുന്നു, കരയുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. പിന്നെ പുതിയ നിയമ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാതെ മനസ്സിലായി, ഞാൻ പാപിയാണ്, ഞാൻ നരകത്തിൽ പോകുമെന്ന് എനിക്ക് 100% മനസ്സിലായി. ആഴമേറിയ ഒരു അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുക. ഉച്ചയ്ക്ക് ഒരു 2:30 മണിയായി. വാവിട്ട് നിലവിളിക്കുക. ഞാൻ വിചാരിച്ചു എന്റെ ഇവിടത്തെ ജീവിതവും പോയി, എനിക്കിനി വരാനുള്ള ജീവിതവും നശിച്ചു പോയല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വാവിട്ട് നിലവിളിക്കുമ്പോൾ അന്നാണ് ദൈവ സാന്നിധ്യം എന്ന് ആമേൻ ഈ പറയുന്ന സംഭവം എന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നത്. അന്നാണ് ഞാൻ ആകെ നിരാശപ്പെട്ട്, എത്ര മണിക്കൂർ കരഞ്ഞൊന്നും അറിയില്ല. എനിക്ക് കരഞ്ഞ് മരിച്ചാൽ മതി എന്നുള്ള ഒരവസ്ഥയിലോട്ട് ഞാൻ എത്തിച്ചേർന്നു. അന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക്
ഞാൻ അറിഞ്ഞു യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. യേശുവിനെ ഇന്നും ഏതൊരു കുടുംബത്തിന്റെയും നടുവിൽ ഇറങ്ങി വരാൻ കഴിയും. യേശുവിന് ഏതൊരു വ്യക്തിയുടെ അരികിൽ വരാൻ കഴിയുമെന്ന് ഞാൻ പരമാർത്ഥമായി മനസ്സിലാക്കി സിസ്റ്ററെ. അന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഞാൻ ഇങ്ങനെ വാവിട്ട് കരയുമ്പോ, ഞാൻ എന്റെ നെഞ്ചുപൊട്ടി കരയുമ്പോ, ഞാൻ പറയുമ്പോ ഇങ്ങനെ നെഞ്ചുപൊട്ടി കരയാ, എന്റെ ഈ ജീവിതവും ഇനി വരാനുള്ള ജീവിതം പോയല്ലോ കർത്താവേ നിലവിളിച്ച് കരയുമ്പോ എനിക്ക് അറിഞ്ഞുകൂടാ അസാധാരണമായ ദൈവ സാന്നിധ്യം. അന്ന് തൊട്ടായി ഈ ദൈവ സാന്നിധ്യം ഞാൻ അറിയാൻ തുടങ്ങിയത്. അസാധാരണമായ ദൈവ സാന്നിധ്യം എന്നെ മൂടി. ആ മൂടിയ സമയത്ത് പിന്നെ എന്റെ നിരാശ പോയിട്ട് എന്റെ ഒരു സന്തോഷമായി എന്റെ ഉള്ളിൽ, എന്റെ ഹൃദയം, എന്റെ ഉള്ളെല്ലാം ഒരു സന്തോഷത്താൽ നിറഞ്ഞു. ഞാന് സന്തോഷത്താൽ അറിയാൻ തുടങ്ങി. അപ്പൊ എനിക്കറിയാം, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കപ്പൊ ഒന്ന് കെട്ടിപ്പിടിക്കണം, ഇനി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ ഒരു 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 മനുഷ്യൻ എനിക്ക് അതിൻ്റെ അകത്ത് ഫീൽ ചെയ്തു. ഒരു മനുഷ്യന്റെ ശരീരത്തെയാണ് ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്ന നിലവാരത്തിൽ കർത്താവ് എന്റെ അടുത്ത് ഇറങ്ങി. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം ഇന്ന് വരെ എന്നെ നടത്താനിടയായി തീർന്നു. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി സിസ്റ്റർ, അതുകൂടെ പറഞ്ഞാൽ ഇത് കണക്ട് ആവുള്ളൂ. വലിയ പ്രതിസന്ധികൾ വന്നു, വലിയ പ്രശ്നങ്ങൾ വന്നു, സാമ്പത്തികമായിട്ട് പൊളഞ്ഞ്, എന്റെ ഫ്യൂച്ചർ പൊളഞ്ഞ്, എല്ലാം വീട്ടിൽ സമാധാനമില്ല, എല്ലാം വായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ മാതാവ് ഞാനും കൂടി പോകാത്ത സ്ഥലങ്ങളില്ല, പോകാത്ത പള്ളികളില്ല, കാണാത്ത പുരോഹിതരില്ല. അത് ഞങ്ങളുടെ കത്തോലിക്ക സഭയിൽ തന്നെ ഉള്ളവരുടെ അടുക്കലും പോയി, ഹിന്ദു സമുദായത്തിനകത്ത് പോയി, മുസ്ലിം സമുദായത്തിനകത്ത് പോയി. അതായത് രക്ഷപ്പെടുവാൻ എന്തെങ്കിലും മാർഗം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരക്കി. ഈ പ്രശ്നങ്ങളൊന്ന് മാറണം, പ്രതിസന്ധി ഒന്ന് മാറണം, ഒക്കെ പറഞ്ഞ് ഇങ്ങനെ തീരുക. അപ്പൊ തന്നെ മനസ്സിലാക്കണം വീട് എത്രമാത്രം പ്രശ്നമാണെന്ന്. ആ വീട്ടിലേക്ക് ആര് വന്നാലും അവര് പറയും, ഈ വീട് നിങ്ങൾ വിറ്റിട്ട് പോകാൻ നോക്കി, ഇത് ഭയങ്കര പ്രശ്നമാണ്, ഈ വീട് കൊള്ളില്ല, ഈ സ്ഥലം കൊള്ളില്ല, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ നടന്നതാണ്. ഇത് ഏറെക്കുറെ സത്യമാണ്. എത്ര പേരോട് പറഞ്ഞു, അത്രയും പേര് പറഞ്ഞു, ഈ ആളുകളെല്ലാം പറഞ്ഞു, ഈ വീട് വിട്ട് നിങ്ങൾ പോവും, ഇത് ആഭിചാരമുണ്ട്, നിങ്ങൾക്കെതിരെ തലമുറയായി പൂർവികന്മാരായി ആഭിചാരമുണ്ട്, മന്ത്രവാദമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഒത്തിരി വിഷയങ്ങൾ ഇതിനകത്തെല്ലാം എല്ലാ സത്യങ്ങളാണ് കേട്ടോ, ഇതൊന്നും നുണയൊന്നുമല്ല. ആ വിചാരം ഉണ്ടായിരുന്നു, മന്ത്രവാദം ഉണ്ടായിരുന്നു, കൂടോത്രം ഉണ്ടായിരുന്നു. ഇതിന്റെ ശക്തിയെല്ലാം ഞങ്ങളുടെ കുടുംബത്തെ ചിഹ്നിച്ചും ചിതറിച്ചും, ഞങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല എന്റെ കുടുംബത്തിൽ മൊത്തം ഇന്നും ഇപ്പോഴും ഞങ്ങളുടെ കുടുംബം ഒഴിച്ച് ബാക്കി എല്ലാവരും തലമുറയായി കിടന്ന് ഇപ്പോഴും നരകിക്കുക, ഇന്ന് പകലും നരകിക്കുക. അപ്പൊ ഞങ്ങൾ പോയ എല്ലാ വഴികളിലും ഇവരിങ്ങനെ പറഞ്ഞു, എല്ലാം കഴിഞ്ഞു. അന്നത്തെ സാഹചര്യത്തിൽ ഇത് വിറ്റ് പോകാനും കഴിയത്തില്ല. അങ്ങനെ നിന്ന് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. ജീവിക്കാൻ മുന്നോട്ടൊരു വഴിയില്ല. ആ വസ്തു വിറ്റ് വേറൊരിടത്തേക്ക് മാറാന്ന് വിചാരിച്ചാൽ അതിനും പറ്റുന്നില്ല. പോയി കണ്ടവരെല്ലാം കൈയൊഴിഞ്ഞു. അവരെന്തൊക്കെ പറഞ്ഞു അതെല്ലാം ഞങ്ങൾ ചെയ്തു. വീട്ടിൽ ചെയ്തു, പോയി ചെയ്തു, ഒത്തിരി പൈസ മുടക്കി. അത് 1-2 ഉദാഹരണം പറയും. ഈ കടമറ്റം പള്ളിയിലൊക്കെ ഞങ്ങൾ പോയി കോഴിയെ വെട്ടി ഇതെല്ലാം വെച്ച് ആ കുഴിയിൽ അതെല്ലാം ഇട്ട് അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച്, അങ്ങനെ ഒത്തിരി സ്ഥലത്ത് പോകാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ പ്രശ്നങ്ങൾക്ക് മാത്രം പരിഹാരം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെയാണ് ഞാൻ ഈ സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് ഞാൻ വരുന്നത്. ആ ഒരു ടെൻഡൻസിക്കകത്ത് ഇരുന്നേച്ച് ഈ ദൈവം എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ആ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്. ആ സാന്നിധ്യം എന്നെ നടത്തുന്നുണ്ട്. ആ സാന്നിധ്യം എനിക്ക് ആലോചന പറയുന്നുണ്ട്. ആ സാന്നിധ്യം ഞാൻ എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഞാൻ എപ്പോ എൻ്റെ മനം തകരുന്നു, ഞാൻ എപ്പോൾ എൻ്റെ ഹൃദയം തുറക്കുന്നു, അപ്പോഴെല്ലാം അവൻ എൻ്റെ അരികിൽ വരുന്നുണ്ട്. അവൻ എന്നോട് സംസാരിക്കുന്നുണ്ട്. അവൻ എന്നെ റീകറക്റ്റ് ചെയ്യുന്നുണ്ട്, റീഗൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്ത് നടത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് അന്ന് പകൽക്കാലം ഞാൻ കടന്നുപോയി. പക്ഷെ പിന്നീട് ദൈവവചനമൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന സംവിധാനം ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് പകലിൽ വീണ്ടും ജനനം എന്ന ആത്മീയ അന്തരീക്ഷത്തിലേക്കാണ് കർത്താവ് എന്നെ നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലാകാനിടയായി തീർന്നു. അന്ന് പോയതാണ് ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം, ഇതിനോടൊക്കെയുള്ള ഭയം അന്ന് പകൽ പോയി.
സ്തോത്രം. എനിക്ക് മനസ്സിലായി അവൻ ഇതിനെയെല്ലാം അതിജീവിപ്പാൻ കഴിവുള്ള, ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. ഒരു ബാധയും അടുക്കാതെ വണ്ണം, ഒരു ദോഷവും തട്ടാതെ വണ്ണം, രാത്രിയിലെ ഭയത്തെയോ നട്ടുച്ചയ്ക്ക് വറക്കുന്ന അസ്ത്രത്തെയോ ഒന്നിനെയും ഭയപ്പെടാതെ വണ്ണം ഇന്ന് പകലും അവൻ ബലത്തോടെ ഇരിക്കാൻ എന്നെ പ്രാപ്തനാക്കി എന്റെ കർത്താവിന്റെ നാമത്തില് അവൻ ഇന്ന് പകൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. യേശുവിന്റെ നാമത്തിന് അവൻ അത്രമേൽ ശക്തി ഉണ്ടെന്ന് എന്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഉടനീളം ഇന്നു വരെ അനുഭവിച്ചിട്ടുണ്ട്. അന്ന് 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 തൊട്ട് തുടങ്ങിയ ദൈവവചന വായനയാണ്. ഓരോ വർഷവും ദൈവം ഓരോരോ രീതിയിലാണ് ദൈവവചനത്തിന്റെ മാറ്റങ്ങളുമായിട്ട്, ദൈവവചനത്തിന്റെ മർമ്മങ്ങളുമായിട്ട് ഓരോ സമയങ്ങളിൽ ദൈവം എന്നോട് ഇടപെടും. ഓരോ സീസണിൽ ദൈവം എന്നോട് ഇടപെടും. കാരണം സ്തോത്രം, അപ്പോ എനിക്ക് കുറച്ചുകൂടി ദൈവവചനം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകണം. അപ്പൊ എന്റെ മാതാപിതാക്കളോട് എനിക്ക് മിണ്ടാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം അത്രമേൽ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉള്ള സമയമാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കുറച്ചു നാളിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഈ ദൈവദാസന്മാരുടെ മീറ്റിങ്ങിൽ ഞാൻ പോയി. ഒരു മീറ്റിങ്ങിന് ഞാൻ ചെന്നു. ഒരു മീറ്റിങ്ങിന് ഞാൻ ചെന്ന് അവർ കയറിയിരുന്നു. അവരെന്നെ വെൽക്കം ചെയ്ത ഒരു രീതിയും എന്നെ വല്ലാതെ, ഇന്നും ഞാനത് മറന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ടും ഞാൻ കയറി ചെല്ലുമ്പോൾ ആ ദൈവദാസൻ എന്നോട് പറയാം, മോനെ നീ ഇന്ന് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. മോനെ നീ ഇന്ന് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഇപ്പോഴും സിസ്റ്ററെ ഞാൻ ഇന്നു വരെ ഒരു പെന്തക്കോസ് ചർച്ചിൽ എത്രയോ ചർച്ചകളിൽ കയറി പോയിട്ടുണ്ട്. പക്ഷെ ഇന്നു വരെ എനിക്കില്ലാത്തൊരു വെൽക്കം ഇന്നു വരെ പിന്നീട് ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല. ആ ദൈവദാസൻ എന്നെ നോക്കി പറഞ്ഞു, മോനെ ഇന്ന് നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നി. നീ വന്നല്ലോ, സന്തോഷം. കയറിയിരുന്നു. എനിക്ക് ഒറ്റ ഒരാൾക്ക് വേണ്ടി മാത്രം അവർ തീർന്ന പ്രാർത്ഥന റീസ്റ്റാർട്ട് ചെയ്ത് 3 ദൈവദാസന്മാരും ആ ഏരിയയിലുള്ള 2 സഹോദരന്മാരും മാത്രം ഇരുന്ന് ഒന്നുകൂടി യോഗങ്ങൾ തുടങ്ങി. ആ യോഗത്തിനകത്ത് വീണ്ടും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷയോടെ ഞാൻ പ്രാപിക്കുക. ആമേൻ. 3 മണിക്ക് 1:30 മണിക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഉച്ചയ്ക്ക് 1:30 മണിക്ക് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് 3:30 മണിയാണ്. ഞാനും എന്റെ കൂടെയുള്ള 5 പേരും വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായില്ല. എന്തോ പറ്റിയ, എന്താന്ന് ചോദിക്കുന്നു. എന്തോ പറ്റിയെന്നോ, എന്തോ പറയാനാ, പരിശുദ്ധാത്മാവ് വന്നു, അത്ര അറിഞ്ഞാൽ മതി ഇപ്പോഴെന്ന് പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും അന്യഭാഷയോടെ എന്നിൽ വന്നു കഴിഞ്ഞപ്പോ സ്തോത്രം, ഞാൻ സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. എന്റെ മാതാവ് പിതാവെല്ലാം ഈ ചർച്ചിലോട്ട് വന്നു. പിന്നെ എന്റെ അപ്പന്റെ ഒരു സഹോദരിയുടെ ഒരു മോള്, അങ്ങനെ കുറച്ച് ആളുകൾ വന്ന് സത്യത്തിൽ ഞാൻ ഒരാള് സ്നാനപ്പെട്ടാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരാള് ദൈവസഭയിലേക്ക് വന്നതോടുകൂടി 2 പ്രാവശ്യമായിട്ട് 23 പേര് സ്നാനപ്പെട്ടു. 2 പ്രാവശ്യമായിട്ട് 23 പേര് സ്നാനപ്പെട്ടു. അത്രമേൽ വലിയ, അത്രമേൽ വലിയ ഒരു ദൈവ മഹത്വം ഞാൻ കാണാനിടയായി തീർന്നു. അതിനുശേഷം എനിക്ക് ദൈവവചനം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. ഒന്നുകൂടി ഞാൻ സ്വന്തമായിരുന്നു, ദൈവം പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. ഒത്തിരി ദൈവവചനങ്ങള് അന്ന് ഞാൻ വീട്ടിലിരുന്ന് പഠിച്ച വചനം, അതിന്റെ കാര്യങ്ങൾ ഇന്നും പ്രസംഗിച്ച് തീർന്നിട്ടില്ല. എന്റെ വീട്ടിലിരുന്ന് പരിശുദ്ധാത്മാവ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ദൈവവചനം പഠിക്കാൻ പോയി. ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ ഉള്ളു മുഴുവൻ ദൈവവചനം പഠിക്കാൻ പോകണം. പക്ഷെ പോകാൻ ഒരു സാഹചര്യവും കാണുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ, ഞാൻ ഇങ്ങനെ മനസ്സിലിരുന്ന് ചിന്തിക്കുമ്പോ, കർത്താവ് ദൈവവചനം ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഒരു വചനം എന്റെ കണ്ണിൽ കൃത്യം ഉടക്കുകയാണ്. അതിങ്ങനെയാണ്: എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ എനിക്കുള്ള എന്തിനെങ്കിലും പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അന്ന് ഞാനൊരു കരച്ചിൽ കരഞ്ഞു സിസ്റ്ററെ. എത്ര മണിക്കൂർ കരഞ്ഞെന്ന് അറിയത്തില്ല. അന്ന് ഞാനൊരു കരച്ചിൽ കരഞ്ഞു. എത്ര മണിക്കൂർ കരഞ്ഞെന്ന് അറിയത്തില്ല. കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്ന് വൈകിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകണം. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും, എങ്ങനെ ജീവിക്കും, എന്താകും എന്നൊക്കെ ചോദിക്കും എന്ന് വിചാരിച്ചിട്ട് എന്റെ അമ്മ എന്നോട് പറഞ്ഞു, അതിനെന്താ, നീ പൊക്കോ, ഇവിടുത്തെ കാര്യം ഓർത്ത് ടെൻഷൻ ആണ്ട, അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നിന്ന് അതിന്റെ പിറ്റേ സൺഡേ
അത് ശനിയാഴ്ചയാണ് പറയുന്നത്. പിറ്റേ ഞായറാഴ്ച ഞാൻ ആ സഭായോഗത്തിന് ചെന്ന് ചർച്ചിലെല്ലാം പറഞ്ഞ് എല്ലാം റെഡിയാക്കാന്ന് വിചാരിച്ച് നിൽക്കുമ്പോ എന്റെ പേരൻസ് ചർച്ചിലോട്ട് അങ്ങ് പോയി. ഞാൻ എന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ ഒരു മുസ്ലിം സഹോദരൻ, എന്റെ അപ്പന്റെ പ്രായമുണ്ട്, മുസ്ലിം സഹോദരൻ എന്തോ ആവശ്യത്തിന് വീട്ടിൽ കയറി വരിക. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുക. അന്നേരം ഞാൻ എന്റെ മീശയൊക്കെ പഠിച്ചിട്ടാണ് ഈ കോലത്തിലായി എല്ലാം ഇങ്ങനെ നിൽക്കുക, പള്ളി പോലെ ഒരുങ്ങിയിരിക്കുക. എന്നെ കണ്ടതേ ഈ ഹംസാണ്ണൻ എന്നാ പേര്, ഹംസ. യെസ്. പുള്ളി ഓടി ഇങ്ങനെ വന്നു വെച്ചു, ഈ മനുഷ്യൻ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഓടി, ഓ പ്രൈസ്തലോ. ഞാൻ പ്രൈസലോടെന്ന് പറഞ്ഞ എനിക്ക് ഷെയ്ക്കാൻ തരും. എന്നെ ചെറുപ്പം തൊട്ട് കാണുന്ന മനുഷ്യനാ. പക്ഷെ അന്ന് എന്നെ കണ്ടപ്പോ പ്രൈസലോടെന്ന് പറഞ്ഞ് കൈ ഷെയ്ക്കാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞു, നല്ല കാര്യം, എന്നതായാലും നിനക്ക് ഇങ്ങനെ ഒരു ദൈവത്തോട് ചേർന്നല്ലേ പോകാൻ ഉദ്ദേശിക്കുന്നത്. നിനക്ക് ആഹാരത്തിനും വസ്ത്രത്തിനും ദൈവം ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. ആഹാരത്തിനും വസ്ത്രത്തിനും ദൈവം ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. നീ ധൈര്യമായിട്ട് പോകും. ഇതാ നിന്റെ വഴി, ഇതേ നിനക്ക് ചേരത്തുള്ളൂ. വേറെ ഒന്നിനും നീ പോകണ്ട. ഒരു മുസ്ലിം, ഇന്നും അയാൾ മുസ്ലിമാണ്. പക്ഷെ ആ മനുഷ്യൻ എന്നോട് എന്റെ വീട്ടിൽ കയറി വന്ന് ദൈവത്തിന്റെ ദൂത് പറഞ്ഞു. ഇത് പറയാനാ ഞാൻ ഇവിടെ അത് മെൻഷൻ ചെയ്ത അയാളെ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ 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 ഒരു അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് ഒരു ഇസ്ലാം സഹോദരനെയാണ് എന്ന് എന്നെ കേൾക്കുന്നവരൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അങ്ങനെ ദൈവവചനം പഠിക്കാൻ പോവുകയും കർത്താവിന്റെ നാമത്തില് ശുശ്രൂഷയുള്ള ബന്ധത്തിലൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തു. സ്തോത്രം. കർത്താവ് അതിനു വേണ്ടി എല്ലാം സഹായിച്ചു. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഞെരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം ദൈവം എന്നെ സഹായിച്ചു. പക്ഷെ എപ്പോഴൊക്കെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിശ്വാസത്തെ അല്ലെങ്കിൽ ഞാൻ എപ്പോഴൊക്കെ ആശയക്കുഴപ്പത്തിലായോ അപ്പോഴെല്ലാം ദൈവം എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നിന്നതല്ല, ദൈവം നിർത്തിയതാണ്. ഒരു പ്രാവശ്യം വിശ്വാസത്തിൽ വന്നിട്ട് ബൈബിൾ കോളേജൊക്കെ പഠിച്ച് ആത്മീയ ശുശ്രൂഷയോടെ കൂടിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എനിക്ക് മനസ്സിൽ തോന്നി, സ്തോത്രം, വേണ്ട, ഈ എലിയാവിന് തോന്നിയതുപോലെ വേണ്ട, മതി, നിർത്തിയേക്കാം, വരണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിയ പല സമയങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. പല സമയമല്ല, ഒരു പ്രാവശ്യം ഞാൻ തീർച്ചയായിട്ടും ഞാൻ എന്റെ ഹൃദയത്തിനുള്ളിൽ തന്നെ തീരുമാനിച്ചു, ഇനി വേണ്ട, ഇനി വേണ്ട, ഇത് ശരിയാവുകയില്ല എന്ന് വളരെ വളരെ ചിന്തിച്ച് വിഷമിച്ച് എന്നാ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ അന്ന് രാത്രി കർത്താവ് എന്റെ അരികിൽ വന്ന് എനിക്കൊരു വചനഭാഗം വായിക്കാൻ പറഞ്ഞു. അത് ലവോദിക്ക സഭയോടുള്ള ദൂത. രാത്രിയിൽ എന്നെ വിളിച്ചേൽപ്പിക്കുകയാണ്. രാത്രിയിൽ എന്നെ വിളിച്ചേൽപ്പിച്ചു, പുസ്തകം എടുക്കാൻ പറഞ്ഞു. നീ ബൈബിൾ കോളേജൊക്കെ പഠിച്ചതല്ലേ, ദൈവത്തിനൊക്കെ പഠിച്ചതല്ലേ, വെളിപ്പാട് പുസ്തകം നീ പഠിച്ചതല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എന്നാ എടുക്ക്. പുസ്തകം എടുത്തു. ലവോദിക്ക സഭയുടെ ദൂതെടുക്ക്. ലവോദിക്ക സഭയുടെ ദൂതെടുത്തു. ഓരോ വാക്കും വായിക്കാൻ പറഞ്ഞു. കർത്താവ് വ്യാഖ്യാനിച്ചു തന്നു. ലവോദിക്ക സഭയെ കുറിച്ച് വ്യാഖ്യാനിച്ച് കർത്താവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ യഹോവേ, അയ്യോ കർത്താവെ, തെറ്റുപറ്റിപ്പോയി, അറിയാതെ പറഞ്ഞ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ സ്തോത്രം ഞാൻ വീണ്ടും മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നതിന്റെ അർത്ഥം, സ്തോത്രം, വിശ്വാസ ജീവിതത്തിനകത്തെ നിന്ദകളും പ്രയാസങ്ങളും എതിരുകളും നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതും നമുക്ക് മനസ്സറിവില്ലാത്തതുമായ ഒത്തിരി മേഖലക്കകത്ത് നമ്മളെ വേദനിപ്പിക്കാൻ ഒത്തിരി ആളുകള് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലൊക്കെ കയറി വരും. അപ്പോഴെല്ലാം ഞാൻ എന്റെ ജീവിതം കൊണ്ട് പഠിച്ച ഒരു കാര്യം പറയാം. സ്തോത്രം, വിശ്വാസ ജീവിതത്തില് ശോധനയില്ലാത്തവന്, കഷ്ടതയില്ലാത്തവന്, കല്ലേറില്ലാത്തവന്, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടാത്തവന് ഒരു ശുശ്രൂഷയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവികമായ ഒരു അധികാരമുള്ള, ദൈവികമായ ഒരു ശുശ്രൂഷയുള്ള, ദൈവത്തിൻ്റെതായ എന്തെങ്കിലും കൃപാവരം കൈകാര്യം ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ദൈവദാസനോ ദൈവദാസിയോ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് ഈ നല്ല പകലിൽ ഞാൻ നിങ്ങൾക്ക് ഒരു 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 ദൂത് നിങ്ങളോട് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം, അല്ലെങ്കിൽ നിന്ദയില്ലെങ്കിൽ, കഷ്ടതയില്ലെങ്കിൽ, അപമാനമില്ലെങ്കിൽ നിങ്ങൾക്ക് ശുശ്രൂഷ ഇല്ല എന്നാണ് അതിനർത്ഥം. നിങ്ങൾക്ക് ആത്മീയമായ ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ആളുകൾ ഉണ്ടാകും, നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്കെതിരെ പോരാട്ടങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്കെതിരെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. അപ്പോ ഈ കഷ്ടതകൾ കണ്ടുകൊണ്ട്, പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വഴികളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോ സ്തോത്രം, നിരാശപ്പെട്ടു പോകാതെ കർത്താവിൽ ശരണം പ്രാപിച്ചാല്, കർത്താവിൽ അഭയം പ്രാപിച്ചാല്,
കർത്താവ് നമ്മുടെ ഇരട്ടി ബലം തന്ന് നമ്മെ വീണ്ടും ആമേൻ ഒന്നുകൂടി ആമേൻ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ശുശ്രൂഷയിൽ നമ്മെ ഉപയോഗിക്കുമെന്നുള്ളത് എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച കാര്യമാണ്. എന്നെ കേൾക്കുന്നവർക്ക് പ്രയോജനപ്പെടട്ടെ എന്നുള്ള വലിയ ആഗ്രഹത്തില് ഞാൻ ഇന്ന് പകൽ ഇത് പങ്കുവെക്കുകയാണ്. അവൻ ഏറ്റവും വലിയ ശുശ്രൂഷകൾ ഉള്ളവര് അല്ലെങ്കിൽ ദൈവികമായ അധികാരങ്ങൾ ഉള്ളവർക്ക് അവരെ എപ്പോഴും പിന്തുടരുകയും അവർക്കെതിരെ എപ്പോഴും ചലിക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലം, ഒരു സമൂഹം, ഒരു കൂട്ടം എപ്പോഴും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം വിശ്വാസ ജീവിതത്തിൽ നിൽക്കാനെന്നും. വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ, ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ സ്വത്രം നമുക്ക് അനുകൂലമായ ആളുകൾ വരുമ്പോഴല്ല നാം സന്തോഷിക്കേണ്ടത്, നമുക്ക് പ്രതികൂലമായ ആളുകൾ വരികയും മുമ്പോട്ട് ഒരു ഇഞ്ച് പോലും പോകാൻ പറ്റാത്ത അവസ്ഥകൾ ജീവിതത്തിൽ വരികയും ചെയ്യുമ്പോൾ നിശ്ചയമായി നമ്മൾ സന്തോഷിക്കണം. കാരണം ആ കാലഘട്ടത്തിൽ, ആ സീസണിൽ ആരും ചെയ്യാത്ത ചില ആത്മീയ ശുശ്രൂഷകള് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ കഴിവുള്ളവനായ ദൈവം ഇന്ന് പകലിൽ നമ്മോട് കൂടെ ഉണ്ട്. ആ ദൈവത്തിന്റെ മഹാവിശ്വസ്തതയ്ക്കായി ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലൊക്കെ നിന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകൾ ചെയ്തു. ദൈവിക അധികാരത്തിൻ്റെതായ ശുശ്രൂഷകൾ, പ്രവചന വരം കൊണ്ട് കർത്താവ് എന്നെ ഉപയോഗിക്കാൻ ഇടയായി തീർന്നു. എന്താ പറയുക, രോഗികളെ സൗഖ്യമാക്കുന്ന, ദുരാത്മാക്കളെ പുറത്താക്കുന്ന ഒക്കെ ആത്മീയ ശുശ്രൂഷകളും ഒക്കെ ആയി ദൈവം എന്നെ നിർത്തിയിരിക്കുന്ന സമയത്ത് സ്തോത്രം, ഹല്ലേലൂയ, അപ്പോഴാണ് ഈ ലോക്ക്ഡൌണും പ്രതിസന്ധികളും വലിയ പ്രളയവും ഒക്കെ വരുന്ന സമയം. ആ ഒരു സീസണിൽ വീണ്ടും സാമ്പത്തികമായി ഞെരുങ്ങിയപ്പോ സ്തോത്രം, എന്റെ വൈഫ് വീണ്ടും ആത്മീയ ശുശ്രൂഷ രംഗത്ത് നിന്നും പുറത്തേക്ക് ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. അങ്ങനെ ചില വർഷങ്ങൾ ഞാൻ മാത്രം നാട്ടിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി കഴിയുന്നതൊക്കെ ചെയ്തുകൊണ്ട് നിന്നു. പക്ഷേ അവിടെയും ദൈവം ഞങ്ങളെ സന്ദർശിപ്പാനും ദൈവം ഞങ്ങളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാനും കുടുംബമായി തന്നെ കർത്താവിന്റെ വേലയിലായിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം താൻ ചെയ്തു തരാനും ഒക്കെ ഇടയായി തീർന്നു. ആമേൻ, സ്തോത്രം. കർത്താവ് നമ്മുടെ ജീവിതത്തോട് ഇടപെടുമ്പോൾ, കർത്താവ് നമ്മുടെ ജീവിതത്തോട് നമ്മുടെ വഴികളെ മാറ്റിവിടുമ്പോൾ നിശ്ചയമായി അതിനകത്ത് ചില മുറിവുകൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിലൊന്നും ഭാരപ്പെടരുത് എന്ന് മാത്രമേ ഇന്ന് പകലിൽ എനിക്ക് പറയാനുള്ളൂ. കാരണം കർത്താവ് നടത്തുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവ് നടത്തുന്നവൻ ഭാഗ്യവാനാണ്. കർത്താവിന്റെ നടത്തിപ്പ് അനുഭവിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവിന്റെ നടത്തിപ്പുകൾ അനുഭവിക്കുന്നതിന്റെ ഏറ്റവും വലിയ സുഖം എന്നാന്ന് വെച്ചാല്, കൂട്ടം തെറ്റിപ്പോയാലും കർത്താവ് തേടി വന്ന് തോളിൽ എടുത്തു വെച്ച് മടക്കി കൊണ്ടുവരുന്ന ഒരു കർത്താവ് ഇന്ന് പകലിൽ നമുക്കുണ്ട്. അത് പല പ്രാവശ്യം ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നത് അനുഭവിക്കുവാൻ കർത്താവ് എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പകലില് ഒരു രോഗത്തോടുള്ള ബന്ധത്തിലാണ് വൈഫ് ആ ജോലിയെല്ലാം വിളിച്ച് നാട്ടിലേക്ക് മടങ്ങി വരാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് വേറൊരു നിലവാരത്തിൽ എന്റെ ജീവിത പങ്കാളി ഈ സാക്ഷ്യത്തിന്റെ അവസരത്തിലേക്ക് വരും എന്ന് കർത്താവിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അത് പറഞ്ഞ് ഞാൻ എന്റെ ഇതിൽ പറയുന്നില്ല. പക്ഷെ ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിങ്ങനെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അത് 107 സങ്കീർത്തനത്തിലാണ്. ആ ഒരു വചനം മാത്രം ഞാൻ ഒന്ന് വായിക്കുകയാണ്. സങ്കീർത്തനം 10ാമത് വാക്യാണ്. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുട്ടിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങനയാലും ബന്ധിക്കപ്പെട്ടവർ, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. കാരണം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദൈവവചനമാണിത്. ഹല്ലേലൂയ. ഞാന് വളരെ തുറന്ന മനസ്സോടെ പറയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കെതിരെ വരുന്ന പോരാട്ടം, ബന്ധനം, കെട്ട്, അത് ഇത് എന്നൊക്കെ പറയുന്നതൊക്കെ ഉള്ളപ്പോൾ തന്നെ
ഒരു വീണ്ടും ജനിക്കപ്പെട്ട ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന്റെ ജീവിതത്തില് ദൈവികമായ ഒരു നടത്തിപ്പുണ്ട്. ദൈവികമായ നടത്തിപ്പിനകത്ത് ബാലശിക്ഷയുണ്ട്. ദൈവത്തിന്റെ വചനത്തിനനുസരിച്ചല്ല നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ ആലോചനയെ തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോയാൽ ഞെരുക്കം വരുമ്പോൾ അബ്രഹാം പിതാവ് ചെയ്തതുപോലെ, ഇസഹാക്ക് പിതാവ് ചെയ്തതുപോലെ, ഞെരുക്കം വന്നപ്പോൾ മിസ്രൈമിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടും പോയതിന്റെ കഷ്ടപ്പാട് അവർ അനുഭവിച്ചു പോയതുപോലെ ഇന്ന് പകലിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ആലോചനയ്ക്കും ദൈവത്തിന്റെ വചനത്തിനും ദൈവം നമുക്ക് തരുന്ന മാർഗനിർദ്ദേശങ്ങളെയും ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ഞെരുക്കം കണ്ടോ, എതിര് കണ്ടോ, എതിരഭിപ്രായം കണ്ടോ, തടസ്സങ്ങൾ കണ്ടോ, ആരുടെയെങ്കിലും കല്ലേറും നിന്ദയും കണ്ടോണ്ട് ദൈവം നിന്നോട് പറഞ്ഞ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറിയാൽ നിന്റെ ആ അവസ്ഥയിൽ ദൈവം നമ്മളെ കഷ്ടത കൊണ്ട് താഴ്ത്തും. ആര് താഴ്ത്തും? ദൈവം നമ്മളെ കഷ്ടത കൊണ്ട് താഴ്ത്തും. ആ ദൈവം നമ്മളെ കഷ്ടത കൊണ്ട് താഴ്ത്തുന്നതിന്റെ അടയാളം എന്നാന്നറിയാമോ? ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരും കാണില്ല. ദൈവം അനുവദിച്ച കഷ്ടതയാണെങ്കിൽ ആ സമയത്ത് നമ്മളെ സഹായിപ്പാൻ അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം അനുവദിക്കുന്ന കഷ്ടതയാണെങ്കിൽ ആ സമയത്ത് നമ്മെ സഹായിപ്പാൻ അനേകരെ എഴുന്നേൽപ്പിക്കും. അപ്പൊ തന്നെ നമുക്കൊരു വലിയ കഷ്ടത വന്നു, ആരും നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ ഓർത്തോണം, നമ്മളാ റോങ്. ഞാൻ റോങ് ആണ്, ഞാൻ തെറ്റാണ്, എന്റെ പോക്ക് ശരിയല്ല, എന്റെ നിലപാടുകൾ ശരിയല്ല, എന്റെ ജീവിതം ശരിയല്ല. സ്തോത്രം എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ മടങ്ങി ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറായാൽ ദൈവം അവരെ വിടുവിക്കുമെന്ന് ദൈവവചനം പറയുന്നു. ഇന്ന് പകലിൽ ഞാൻ എന്റെ ജീവിതം കൊണ്ട് പഠിച്ചൊരു കാര്യമാണ്, കഷ്ടതയിലും സന്തോഷിക്കണം നമ്മൾ ദൈവമക്കളാണ്. ഞാൻ ഈ കാലഘട്ടത്തിൽ ദൈവവചനം പഠിച്ചുപോയ ഒരാളായതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ ദുഃഖിക്കുന്ന ഒരാളാണ്, വേദനിക്കുന്ന ഒരാളാണ്. പല സൂം പ്ലാറ്റ്ഫോമിലൊക്കെ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോഴും ദൈവവചനം പറയുമ്പോ ആന്റി സത്യം പറയാൻ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകാൻ തോന്നും. ആളുകളുടെ മുഖം കണ്ടാൽ പരമാർത്ഥമായ കാര്യങ്ങൾ പറഞ്ഞാൽ, നിഷ്കളങ്കമായ കാര്യങ്ങൾ പറഞ്ഞാൽ, കർത്താവിനെ കുറിച്ചോ സ്വർഗത്തെ കുറിച്ചോ ഒരു നല്ല ആലോചന, ഒരു വെളിപ്പാട്, ഞാൻ അങ്ങനെ നിസ്സാരമായ കാര്യങ്ങളൊന്നും പറയാറില്ല. ദൈവം എന്നെ അതിന് അനുവദിക്കാറില്ല. അത് പറയുമ്പോൾ ആളുകൾക്ക് യാതൊരു സന്തോഷവും ഇല്ല. അവരുടെ മുഖം വല്ലാതാകുന്നു, വല്ലാത്ത ബുദ്ധിമുട്ട്, വലിയ പ്രതിസന്ധി. മറിച്ച് അവരുടെ ജീവിതത്തോട് ഇടപെട്ട് അത് നടക്കും ഇത് നടക്കും അങ്ങനെയാക്കും, ആ തലമുറയെ മാനിക്കും, ബന്ധനം അഴിയും, കെട്ടഴിയും, പോരഴിയും, ആഭിചാരം മാറും എന്നൊക്കെ പറയുമ്പോൾ ഇവർ വല്ലാതെ അങ്ങ് കൈയടിക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുക. എനിക്ക് ഉള്ളിൽ വലിയ വിഷമമുണ്ട്. പക്ഷേ മറ്റൊരാളെ അപമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ ഒന്നും ആരോടും മിണ്ടത്തില്ല. കാരണം എനിക്ക് ലഭിച്ച പ്രകാശം അവർക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കാനേ പറ്റൂ. ഇന്ന് ദൈവസഭയുടെ ഏറ്റവും വലിയ മൂല്യച്യുതി ഭൗതിക വിഷയങ്ങൾ, തലമുറയുടെ വിഷയങ്ങൾ, സമ്പത്ത്, ജോലി, വീട്, കാറ് എന്ന വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് ഈ ലോകത്തെ കെട്ടിപ്പിടിച്ച് ലോകത്തെ സ്നേഹിക്കുന്ന ശുശ്രൂഷക്കാരും ദൈവമക്കളുമായി തീർന്നിരിക്കുന്നു. വിശ്വാസ ലോകത്തിന് വന്ന അധപ്പതനം പലരും പറയുന്നുണ്ട്, പെന്തക്കോസ്തിൽ ഭയങ്കര അധപ്പതനമാണ്, അതാണ് ഇതാണ് പ്രശ്നമാണ്, ചർച്ചിൽ ആ പ്രശ്നം, എല്ലാം സത്യം. ഇത് എവിടുന്ന് വന്നു? സഭ ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്ന സഭ, ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്ന സഭ, കഷ്ടതയിലും സന്തോഷിച്ചിരുന്ന സഭ, ഞെരുക്കത്തിലും ആനന്ദിച്ചിരുന്ന സഭ, ഒന്നുമില്ലായ്മയിലും ആത്മാവിന്റെ ആത്മീയ സന്തോഷം, രക്ഷയുടെ സന്തോഷം അനുഭവിച്ചിരുന്ന സഭ ഇന്ന് പകലിൽ അതൊക്കെ എല്ലാം നഷ്ടപ്പെടുത്തി. രക്ഷയുടെ സന്തോഷമുള്ള ആൾക്കാരെ കാണാനേ ഇല്ല. രക്ഷയുടെ സന്തോഷമുള്ള ഒരാളെ കണ്ട് രക്ഷയുടെ സന്തോഷമുള്ള ആൾക്കാരെ കാണുമ്പോൾ അറിയാം, ചർച്ചിൽ ഇരിക്കുമ്പോഴായാലും പ്രാർത്ഥിക്കുമ്പോഴായാലും പാട്ട് പാടുമ്പോഴായാലും ദൈവിക വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ പോട്ടെ, ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടാലും രക്ഷയുടെ സന്തോഷമുള്ള ഒരാളെ കണ്ടാൽ, ആ വ്യക്തിയെ കണ്ടാൽ നമുക്കറിയാം. നമ്മൾ പ്രിയപ്പെട്ടവരെ ദൈവസഭകൾ മടങ്ങി വരുവാൻ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ വലിയ ഉണർവ് ഭാരതത്തിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. രക്ഷയുടെ സന്തോഷത്തിലേക്ക് മടങ്ങി വരണം. രക്ഷയുടെ സന്തോഷത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ എന്തോ ചെയ്യണ്ടേ? ഈ ലോകവും ഇതിലുള്ള സകലതും ഒന്നുമല്ല എന്ന് എണ്ണിയിട്ട് ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നവന് മാത്രമേ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയൂ. ഹല്ലേലൂയ.
ഞാനിപ്പോ പോകുന്ന പല ചർച്ചകളിലും അമേ സ്തോത്രം, ഞാൻ പിന്നെ എന്താ പറയുക, ഒത്തിരി ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഉള്ളില്. കാരണം എല്ലാവർക്കും ഇത് കേട്ടാ മതി. ദൂത്, പ്രവചനം, ഒരു മണിക്കൂർ നല്ലതായിട്ട് ദൈവവചനം ശുശ്രൂഷിച്ച് ആ നിത്യതയെ കുറിച്ചുള്ള ദർശനവും ജീവിതത്തെ കുറിച്ചും എല്ലാം പറഞ്ഞാൽ, സഭകളിലൊക്കെ വിശുദ്ധീകരണത്തിനെ കുറിച്ചും എല്ലാം പ്രസംഗിച്ചാല് സത്യത്തിൽ നമ്മൾ അവരെ വല്ല മോശപ്പെട്ട വാക്ക് പറയുകയാണെന്നുള്ള മുഖഭാവമായിട്ട് ആള് സഭയ്ക്കൊക്കെ തിരിക്കുകയാണ്. പിന്നെ നമ്മൾ തന്നെ അങ്ങ് മടുക്കും. എന്തിനാ പറയുന്നേ, എന്തിനാ മനുഷ്യനെ വിഷമിപ്പിക്കുക എന്നുള്ള നിലവാരത്തിൽ ശുശ്രൂഷകന്മാരെത്തി. ഈ കാലഘട്ടത്തിൽ സഭ മടങ്ങി വരണമെങ്കിൽ മുകളിൽ നിന്ന് എന്തോ വലുതിനി ഇറങ്ങി വരും എന്ന് വിചാരിച്ച് സത്യം സങ്കടം വരുവാണ് സിസ്റ്ററെ, സങ്കടം വരികയാണ്. ഈ ഭാരതത്തിലെ ചില ആളുകളുടെ, പ്രത്യേകിച്ച് കേരളത്തിലെ ചില ആളുകളുടെ ഒരു വലിയ പെർഫോമൻസും ഈ ബഹളമൊക്കെ കണ്ടു കഴിഞ്ഞാല് ചിന്തിക്കും, പന്തപ്പൂസം ആളുകളുടെ പോലെ ഇവരുടെ തലയിൽ ഏതാണ്ട് തീ ഇറങ്ങി വരാൻ പോവുക, ഇത് കിട്ടിയിട്ട് ഈ രാജ്യം മുഴുവൻ ഇവരെ ഏതാണ്ട് ചെയ്യാൻ ഒന്നും ഇനി വരാനില്ല. തരാനുള്ളതെല്ലാം തന്നു, കിട്ടാനുള്ളതെല്ലാം കിട്ടി. എല്ലാ കൃപയും എല്ലാ ശക്തിയും എല്ലാ പരിജ്ഞാനവും എല്ലാ വചനവും എല്ലാ വെളിപ്പാടും എല്ലാ ദർശനവും ദൈവം നമുക്ക് നൽകിയിരിക്കെ ദൈവത്തിനു വേണ്ടി വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ക്രിസ്തുവിനേക്കാൾ അധികം ഈ ലോകത്തെ ദൈവസഭ സ്നേഹിച്ചു. ക്രിസ്തുവിനേക്കാൾ അധികം ഈ ലോകത്തെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ സ്നേഹിച്ചു. ഇതാണ് പരമാർത്ഥം. എന്തുകൊണ്ട് സഭയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന് വിലയില്ലാതായി. ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ വിശ്വാസികളുടെ, ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്വഭാവം ഇല്ലാതായി. ക്രിസ്തുവിന്റെ സ്വഭാവവും ക്രിസ്തുവിന്റെ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാ ക്രിസ്തുവിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുന്നേ. ദൈവിക സ്വഭാവം ഇല്ലാത്തവന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടത്തില്ല. ദൈവിക പ്രവൃത്തി ചെയ്യാത്തവന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയല്ല. ഹല്ലേലൂയ. ഒരു വലിയ സിസ്റ്റർ, ഞാൻ ഇതിനെ നെഗറ്റീവായിട്ട് പറഞ്ഞൊന്നുമല്ല. ഞാനും ഭാരതത്തിൽ വലിയ ഉണർവനായി കാത്തിരിക്കുന്നവനും, രക്ഷിക്കപ്പെട്ട കാലം തൊട്ട് ഏറെക്കുറെ ഒരു 10-40ഓളം നല്ല അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തൻ പ്രവാചകന്മാരാല് അന്ത്യകാല പ്രവചന ശുശ്രൂഷയ്ക്കായി ദൈവം കണ്ട ആളാണെന്നും ഒക്കെ ദൈവം എന്നോട് ഇടപെട്ടതും, ഞാൻ എന്റെ വ്യക്തിപരമായി ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോ കർത്താവ് എന്നോട് ഇടപെട്ടതും, ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് അന്ന് തൊട്ടേ പറഞ്ഞ് എന്നെ നിയന്ത്രിക്കുന്ന ദൈവമുണ്ട്. അപ്പൊ ഇതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഞാൻ എതിരെന്തെന്ന് വെച്ചാൽ, ക്രിസ്തുവിന്റെ സ്ഥാനപതികളായി നാം ആയിരിക്കുന്ന പട്ടണത്തിൽ, നാം ആയിരിക്കുന്ന ഇടത്ത്, നാം ആയിരിക്കുന്ന രാജ്യത്ത് ആയിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വെളിപ്പെട്ട വീര്യപ്രവൃത്തികളെല്ലാം നമ്മിലും വെളിപ്പെടും. കാരണം ഇപ്പൊ തൊടുപുഴയിൽ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ ക്രിസ്തു ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ക്രിസ്തു പറയേണ്ടതായ കാര്യങ്ങൾ, ക്രിസ്തു കൊടുക്കേണ്ടതായ കാര്യങ്ങൾ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ മഹത്വവും ശക്തിയും തേജസ്സും എന്നിൽ നിന്ന് പുറത്തു വരും. അങ്ങനെ എല്ലാവരിൽ നിന്നും പുറത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിർത്താണ്. ഇങ്ങനെ പറഞ്ഞാല് നമ്മൾ ഒത്തിരി പറഞ്ഞു പോകും. ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു, എന്റെ ജീവിത വഴികളെ കുറിച്ച് പറഞ്ഞു, ഞാൻ കടന്നുപോയ എല്ലാ ശോധനകളെ കുറിച്ച് പറഞ്ഞു, പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞു, ദുശീലങ്ങളെ കുറിച്ച് പറഞ്ഞു. എല്ലായിടത്തു നിന്നും വിടുവിച്ചത് യേശുവാണ്. എല്ലാറ്റിൽ നിന്നും എന്നെ വിടുവിച്ചത് യേശുവാണ്. അഭിചാരത്തിൽ നിന്നും, മന്ത്രവാദത്തിൽ നിന്നും, ഈ ലോകത്തിലുള്ള സകല കാര്യത്തിൽ നിന്നും, എല്ലാ ഭയത്തിൽ നിന്നും, പ്രാണഭയത്തിൽ നിന്നും, എല്ലാത്തിൽ നിന്നും വിടുവിച്ച് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷിയായി എന്നെ നിർത്തിയിട്ടുണ്ട്. ഇന്ന് പകലും അവൻ ഈ ലോകമോ ലോകത്തിലുള്ളത് ഒന്നുമോ എന്നെ മോഹിപ്പിക്കുന്നില്ല. എനിക്ക് ഇന്ന് പകലും സ്വന്തമായി വീടോ ഒരു വാഹനമോ ഇല്ല, സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. എടുക്കുന്നില്ല. എനിക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. എന്റെ കുടുംബത്തിൽ എന്റെ വൈഫിനുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്, എന്റെ അമ്മയ്ക്കുണ്ട്. ഇവരെ വിട്ടിട്ട് ഒരു ജീവിതം എനിക്കില്ലാത്തപ്പോ ഇനി ഞാൻ സ്വന്തമായിട്ട് ഒരെണ്ണം കൂടി എടുക്കണമെന്ന് ചിന്തിച്ചു. സ്വന്തം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് കർത്താവ് തന്നു. അത് ആ കഷ്ടതയിലൂടെ കടത്തി വിട്ടുകൊണ്ട് കിട്ടിയതാ സിസ്റ്ററെ. അത് എന്റെ നേട്ടമല്ല, എന്റെ ഗുണമല്ല, എന്റെ കഴിവല്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ചയിലും കഷ്ടതയിലും നിന്ദയിലും താഴ്ചയിലും കൊണ്ട് ഇട്ടിട്ട് അവിടെ നിന്ന് കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോ പൗലോസ് പറഞ്ഞ പോലെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും വിചാരമില്ലാതെ ജീവിപ്പാൻ കർത്താവ് കൃപ തന്നു.
കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. വളരെ സ്നേഹത്തോടെ ഇന്ന് പകലില് ബീന സിസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലില് എന്റെ കാര്യം ഞാൻ അങ്ങനെ വളരെ കുറച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൂ. വളരെ കുറച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സാക്ഷ്യം പറയേണ്ടത് എങ്ങനെയാന്നുള്ള അറിയത്ത് പോലും ഇല്ല. പിന്നെ പ്രസംഗത്തിനിടയ്ക്ക് വല്ലതൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സന്ദർഭിച്ച് പറയുന്നതല്ലാതെ, അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒരു പിരിമുറുക്കം ഉണ്ടായിരുന്നു, എങ്ങനെ പറയും എന്ത് പറയുന്നൊന്നും. എങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. സിസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ടൈം കിട്ടുമ്പോൾ ഞാൻ വൈഫ് അവിടെ ഇരുന്ന് കേൾക്കെങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. റോമാലേഖനം പഠിപ്പിക്കുന്നു, കേൾക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. സിസ്റ്റർ ദൈവവചനം വളരെ ഭംഗിയായി പഠിപ്പിക്കുന്നതിലും, ദൈവവചനം അറിവില്ലാത്തത് കൊണ്ടോ മറന്നുപോയത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ദൈവവചനത്തെ ദൈവികാലോചനയെ നിരസിച്ചിട്ട് നിൽക്കുന്നതായ ഒരാള് ഈ ലേഖനങ്ങൾ വ്യാഖ്യാനിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഉള്ളത്തിൽ ഒരു കത്തലുണ്ടായാൽ ആ ദേശത്തൊരു വലിയ വിടുതൽ നടക്കും. ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി തകർച്ചയിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്ന്, വലിയ എന്താ പറയുക, വലിയ മദ്യപാനത്തിൽ നിന്നൊക്കെ വിടിവിക്കപ്പെട്ട് ഒരു ചിരിച്ച മുഖത്തോടെ ഒരു സന്തോഷത്തോടെ ബൈബിളൊക്കെ ആയിട്ട് നടക്കണ കണ്ടത് അവൻ എന്റെ നാട്ടുകാർക്ക് ഇന്നും വലിയൊരു ആശ്ചര്യമാണ്. എന്റെ അയൽവക്കക്കാർക്ക് എല്ലാം വലിയ സന്തോഷമാണ്. അവൻ ഞാൻ ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ ചർച്ചിൽ നിന്നിട്ടും ആരും നീ എന്തിന് ബന്ധക്കുറിച്ച് പോകണ്ട ഒരു തടസ്സവും പറഞ്ഞില്ല. എന്റെ വീട്ടിലെ പ്രാർത്ഥന വെക്കും, ഞാൻ പ്രാർത്ഥനയ്ക്ക് എന്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ വരും. ശനിയാഴ്ചകളിലൊക്കെ അവിടെ പഞ്ചായത്ത് കിടങ്ങുന്ന പ്രാർത്ഥനകൾ നടന്ന സമയമുണ്ട്. ആരും ഒരു തടസ്സം ഇന്നുവരെ പറഞ്ഞിട്ടില്ല. പറയാത്തതിന്റെ കാരണം അവൻ തകർന്നു പോയ എന്നെ പണിതെടുത്ത് ഒരുവനുണ്ട്, അവനെയാണ് അവൻ പാടുന്നത്, സ്തുതിക്കുന്നത്, പ്രസംഗിക്കുന്നത്. അവിടെ ഒച്ചയുണ്ടായാലും തടയാൻ നാട്ടുകാർക്ക് കഴിയത്തില്ലെന്നേ. നാട്ടുകാരൊന്നും പറയല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിന്റെ അർത്ഥം, അവൻ സ്വന്തം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തിയെ ചെയ്താൽ അവൻ സ്വന്തം ആർക്കും നമ്മളെ നിഷേധിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ ബീന സിസ്റ്ററെ ഞാൻ മിനിസ്റ്ററെ ഓർത്ത്, സിസ്റ്ററെ ഓർത്ത്, ദൈവസഭയെ ഓർത്ത്, ദൈവദാസനൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ ശുശ്രൂഷകളും ദൈവത്താൽ അനുഗ്രഹമായി തീരട്ടെ. അനേകർ ഈ ദൈവവചനവും ലേഖന പഠനങ്ങളിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് വചനത്തിൽ ഉള്ളത്തിൽ കത്തലുണ്ടായി അത്ഭുതമായി വിവിധ ദേശങ്ങളിൽ ആളുകൾ മാറും. കർത്താവ് അങ്ങനെ എന്നോട് പറയും, സിസ്റ്ററെ നിങ്ങളുടെ ലേഖന പഠനത്തിന്റെ അകത്തു നിന്നും ഇപ്പൊ പുതിയ ആളുകൾ, ഇപ്പൊ വൈഫ് എന്ന കൂട്ടത്തില് പലരും കയറി വരുന്നുണ്ട്. അവരൊക്കെ അത്യാവശ്യം ശുശ്രൂഷക്കാരൊക്കെയാണ്. വലിയ ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ്. വലിയ ചേഞ്ച് വ്യക്തികളിൽ സിസ്റ്റർ ഒരുക്കുകയാണ്. ഒത്തിരി ആളുകള് ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് സിസ്റ്ററേയും ശുശ്രൂഷയും കുറിച്ച് തലമുറയായിട്ട് സിസ്റ്റർ ഇങ്ങനെ ആളുകളുടെ ഓർമ്മയിൽ നിൽക്കുമെന്ന് ദൈവം ഓർമ്മിപ്പിച്ചു, പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കാൻ പറയുന്നു. ഇതിവിടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ ശുശ്രൂഷകൾക്കും വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനീതമായി ഓർമ്മിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി. താങ്ക് യു പാസ്റ്ററെ. വളരെ അനുഗ്രഹീതമേറിയ സാക്ഷ്യമായിരുന്നു. ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ വളരെ വ്യത്യസ്തമായ നിലകളിൽ ഒരു സാക്ഷ്യമായിട്ട് എനിക്ക് തോന്നി. കാരണം പലരും രോഗത്തിൽ നിന്നും വിമുക്തി പ്രാപിച്ചു, കടഭാരത്തിൽ നിന്ന് ഞെരുക്കം പ്രാപിച്ചു ഒക്കെ കർത്താവിനെ അറിഞ്ഞ സാക്ഷ്യങ്ങളാണ് കേൾക്കാറുള്ളത്. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും, ഇതൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിൽ പോലും എൻ്റെ ഹൃദയത്തെ ത്രസിപ്പിച്ച ഒരു വാചകം, ഒരു മുസ്ലിം സഹോദരിൽ നിന്ന് കേട്ട ഒരു ദൂത് ഒരു സുവിശേഷീകരണത്തിന് ഹല്ലേലൂയ മുന്നോട്ട് വരുവാൻ കാരണമാക്കിയെങ്കിൽ എൻ്റെ ഹൃദയത്തെ ചിന്തിപ്പിച്ച ഒരു വാചകം, ഒരു ചിന്ത ഇതാണ്. ഇന്ന് ദൈവവചനം പറയുന്ന ദൈവത്തിനും മനുഷ്യർക്കും പ്രീതി ഉള്ളവരായി ജീവിച്ചാൽ നാം നമ്മുടെ ജീവിതമല്ല പ്രസംഗമല്ല ജീവിതമാണ് പ്രസംഗം. അപ്പോൾ ഈ ജീവിതം കൊണ്ട് നാം മറ്റുള്ളവരുടെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ ആ ജീവിതമാണ് ക്രിസ്തുവിനെ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഒരു പ്രൈസ് ദ ലോർഡ് പറഞ്ഞതിൽ വ്യാപരിച്ച ദൈവശക്തി, പ്രൈസ് ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാണ് അത് വ്യാപരിച്ചെങ്കിൽ. മാത്രമല്ല ആമേൻ, 8ാം ക്ലാസ് തുടങ്ങിയുള്ള ഒരു സുവിശേഷ വേലയോടുള്ള ഒരു അഭിവാഞ്ച, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ അങ്ങോട്ട് കേട്ടാൽ ആർക്കും അത്ര അങ്ങോട്ട് വിശ്വാസം, 4ാം ക്ലാസ് 8 വയസ്സുള്ളപ്പോൾ തൊട്ട്, പ്രൈസ് ദി ലോർഡ്. ഓക്കെ 8 വയസ്സുള്ളപ്പോൾ, സ്തോത്രം. ഒരു 8 വയസ്സുള്ള കുഞ്ഞിന് എന്നാ തിരിച്ചറിവുണ്ടല്ലേ. എന്നാൽ
ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഒരു ആ, ആ, പിന്നെ മദ്ബഹായിക്കകത്ത് കയറുവാനായിട്ട് ഒരു അവസരം ലഭിച്ചത് അത് നല്ല രീതിയിൽ വിനിയോഗിക്കുവാൻ ഇടയായി. അതാണ്. അതുകൊണ്ട് ഞാൻ അത് കേട്ടപ്പോൾ ചിന്തിച്ചത്, ഒരു ശമുവേൽ ബാലൻ പെട്ടകത്തോട് ചേർന്ന് കിടന്നത് കൊണ്ട് ഹോവയുടെ ശബ്ദം അവൻ കേൾക്കുവാൻ ഇടയായി. പാസ്റ്റർ ശരിക്കും പറയാമെങ്കിൽ ആ ഒരു ആ, ആലയത്തിന്റെ അകത്ത് നിൽക്കുന്നു, അത് ഒരു വിശുദ്ധ ആരാധനയായിട്ട് അതിനെ കണ്ടു. എന്നാൽ അവിടെ അതിനെ വിശുദ്ധിയോടെ കണ്ടതുകൊണ്ടും യേശുവിനെ അധികമായി സ്നേഹിച്ചത് കൊണ്ടുമാണ് ആ അൾത്താരയിൽ നിന്ന് ആമേൻ ഇങ്ങനെ ഒരു ആമേൻ സ്ഥാനത്തിനുടമയായി മാറുവാൻ ദൈവം ഇടയാക്കിയത്. ആമേൻ, എനിക്കത് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഇന്ന് പല അൾത്താര ബാലന്മാരുണ്ട്. അവര് മെഴുകുതിരിയും കത്തിച്ച് അല്ലേ, പുസ്തകം വായിച്ച് എല്ലാവർക്കും നല്ല സൽപ്പേരൊക്കെ ഉണ്ട്, അങ്ങനെ അങ്ങ് പോവുക. പക്ഷേ ഒരു ശമുവേൽ വിളി കേട്ടതുപോലെ വിളി കേട്ടിട്ടും മറുപടി കൊടുക്കാതെ നിൽക്കുന്ന ശൗമേൽ ബാലന്മാര് ഇന്ന് അൾത്താര നിൽക്കുന്ന ബാലന്മാര്. പക്ഷേ തിരിച്ചറിവിനെ നൽകി സ്വർഗത്തിലെ വലിയവനായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ തന്റെ ദാസന് സത്യങ്ങൾ വെളിപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നു. അടിയൻ ഇതാ എന്ന് ശൗമേൽ ബാലൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ജീവിതം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതിന് വിവിധ സാഹചര്യങ്ങൾ ഒരുക്കി തന്ന ദൈവം. അതില്ലാതെ ആരും വരത്തില്ല. അത് വളരെ സന്തോഷമുണ്ട്. എനിക്ക് വളരെ എന്താ ഒരു ചലഞ്ച് പോലെ തോന്നി. കാരണം ജീവിതത്തിൽ ഒരു ചെറുപ്രായം എന്ന് പറഞ്ഞത് നമുക്ക് അടിച്ചു കളിച്ച് നടക്കേണ്ട പ്രായത്തിലും സത്യവചനം അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഒരു മാതൃകാ പുരുഷനായി ജീവിക്കുവാനുള്ള ഒരു തീരുമാനം ഇന്ന് ഒരു സുവിശേഷ പദവിയിൽ കൊണ്ടെത്തിച്ചു. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ എങ്ങനെയൊക്കെയോ വന്നു, കുറച്ച് കടഭാരം ഉണ്ടായി, സമർപ്പിച്ചു, ഇതൊന്നും അല്ല. ശരിക്കും പറയാമെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ വിളി എന്ന് പറയുന്നത്. ഇതെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വ്യാഖ്യാനിക്കുവാനല്ല ഞാൻ പറയുന്നത്, അനുഭവ സാക്ഷിയാണ്. അനുഭവത്തെ ആർക്കും കണ്ണിപ്പാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം എൻ്റെ ജീവിതത്തെ വളരെയധികം ഹഠതാകർഷിപ്പാൻ തക്കൊണ്ടും ഇടയായി. കാരണം ജീവിതത്തിൽ ബാല്യകാലത്തിൽ മുഖം ചുമക്കുവാൻ കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അത് കർത്തദാസന് ലഭിച്ചു. ഇന്നും വലിയ സമ്പത്തോ ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു, ഉണ്ണാനും ഉടുക്കാനും കയറി കിടക്കാനും ഇടമുണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീനെന്ന്. ആമേൻ. കർത്തദാസൻ അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു. ആമേൻ. ഇന്ന് വീടിനും കാറിനും വണ്ടിക്കും വേണ്ടി അനേകർ ഓടുക അല്ലേ, കടം വാങ്ങിച്ചും അണ്ണാച്ചിമാര് പുറകെ വന്ന് ബഹളവും വെക്കുന്നു. ആമേൻ. അവിടെ നിന്ന് ഓടുന്നു, ബാങ്ക് മാനേജർമാർ വിളിക്കുന്നു, ലോൺ അടയ്ക്കോ. ഇതൊന്നുമില്ല, കിട്ടുന്നത് കൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ. ദൈവമക്കളെ, ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായ സാക്ഷ്യമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്തദാസനെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. ദൈവവചനം പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കമാ. ഇന്ന് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നവർ പോലും അങ്ങെത്താൻ പറ്റാൻ കഴിയുമോ എന്ന് ശങ്കിക്കുന്നവരാ പലരും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമുക്ക് കിട്ടുന്ന സ്റ്റേജുകളും നമുക്ക് കിട്ടുന്ന മാനങ്ങളും നമുക്ക് ലഭിക്കുന്ന ആമേൻ സമ്പത്തുകളും ഒന്നുമല്ല ആമേൻ വിശ്വാസത്തിന്റെ ബേസും നിത്യതയിലേക്ക് പോകുവാനുള്ള ആമേൻ നമ്മുടേതായിട്ടുള്ള ആമേൻ കാര്യങ്ങളും എന്ന് മനസ്സിലാക്കണം. ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കർത്താവിനെ എവിടൊക്കെ സാക്ഷിക്കുവാൻ, എവിടൊക്കെ ഉയർത്തുവാൻ, ജീവിതം കൊണ്ട് ആമേൻ കർത്താവിന്റെ നാമത്തെ നമുക്ക് ആമേൻ സാക്ഷീകരിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ അത് ഉപയോഗിക്കുവാൻ കർത്താവ് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ഞങ്ങളെ കേട്ട ആമേൻ പ്രിയ പ്രേക്ഷകരെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ നമ്മുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ടുവിട്ടു പോകുന്നവരായിട്ടല്ല. ആമേൻ. സാക്ഷ്യത്തിന് ചിലപ്പോൾ ഒരു കമന്റ് അടിയിൽ എഴുതിയിട്ടിട്ട് ആ വഴി അങ്ങ് പോകും. അല്ല, നിങ്ങൾ ഇതുപോലെ കൺഫ്യൂഷനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ സാക്ഷ്യങ്ങൾ അനേകർക്കൊരു പ്രയോജനമായി മാറത്തക്ക നിലവാരത്തിൽ ആകണം. ഞാൻ പറയാം, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കും. കർത്തദാസന്റെ ഈ സാക്ഷ്യമായിരിക്കാം ഇന്ന് കൺഫ്യൂഷനിലായിരിക്കുന്ന ചിലരൊക്കെ ആമേൻ കൃപയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എനിക്ക് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി വളരെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു.
ഇന്ന് കൺഫ്യൂഷനിൽ നിൽക്കുന്ന പലരുണ്ട്. ഒരു പുസ്തകം വായിച്ചപ്പോഴാണ് സത്യസന്ധമായ കാര്യം മനസ്സിലാക്കിയത്. ഐഡൽ വർഷിപ്പ് ഇന്ന് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ആ വരുമാന മാർഗം സത്യം എന്തെന്ന് അറിഞ്ഞിട്ടും അതിനെ തടുത്തു വെച്ച് പിശാച് ഹൃദയത്തെ, അവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കാതെ കുരുട്ടാക്കി വെച്ചിരിക്കുക. എന്നാൽ അതിൽ നിന്നും പുറത്തു വരുവാൻ ചിലരെ ഇടയാക്കിയെങ്കിൽ ഈ സാക്ഷ്യങ്ങൾ ചിലർക്കത് പ്രയോജനപ്പെടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആർക്കും മാർക്കിടാനോ ആരോടും വഴക്ക് പിടിക്കാനോ ആരെയും നമ്മൾ കുറ്റം പറയാനോ പോകണ്ട. സത്യം അറിയുന്നവൻ സ്വതന്ത്രനാകും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് തിരുവചനം പറയുമ്പോൾ ആ സത്യത്തിന്റെ പാതയിൽ നടക്കേണ്ടതിന് നിങ്ങൾക്ക് ഹൃദയത്തിൽ നന്നായി എന്ന് തോന്നുന്ന സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. എനിക്ക് ആളെ കൂട്ടുക എന്നുള്ളത് യാതൊരു വിധത്തിലും ഒരു ലക്ഷ്യമില്ല. എൻ്റെ ഏക ലക്ഷ്യം ഒരു വ്യക്തിക്കെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായാൽ, ക്രിസ്തുവിനെ അറിയുവാൻ, ദൈവ വഴിയിലേക്ക് നടക്കുവാൻ, ഒരു ആത്മഹത്യയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, ജീവിതത്തിൽ കരകയറുവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയതയ്ക്ക് വേണ്ടി അവരുടെ കണ്ണുകളൊന്ന് തുറക്കപ്പെടുവാൻ കാരണമാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സദയം അതിൽ എന്നോട് ചേർന്ന് സഹകരിക്കുമല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്തദാസിന് വേണ്ടി പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്ന കർത്തദാസിനെ ആമേൻ, പാസ്റ്റർ ജസ്റ്റിൻ ജോർജിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്തദാസിനെ ആമേൻ വീണ്ടും ഞങ്ങളുടെ മീറ്റിങ്ങുകളിലൊക്കെ കടന്നു വരണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കുടുംബമായി അനുഗ്രഹിക്കട്ടെ, കർത്തൃവേലയിൽ അധികമായിട്ട് വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസിന് വേണ്ടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ അനുഭവ സാക്ഷ്യങ്ങളെ കേൾപ്പിച്ചല്ലോ. എത്രയോ പേര് കർത്താവെ നന്മകളും അനുഗ്രഹങ്ങളും സാമ്പത്തിക ഭദ്രതകളും ഉണ്ടായിട്ടും ദൈവത്തെ തള്ളി പറയുമ്പോൾ കർത്താവെ, തങ്ങളുടെ ഉള്ള അവസ്ഥയിൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കിട്ടുന്ന സമയം അത്രയും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹിമയ്ക്കായിട്ട് പ്രയോജനപ്പെടുവാൻ കർത്തദാസിനെ ഉപയോഗിക്കുന്നല്ലോ. കുടുംബമായിട്ട് ആദരിക്കണം. കൊച്ചു സിസ്റ്റർക്കായി സ്തോത്രം. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. മോളെ കുടുംബമായിട്ട് ഏൽപ്പിക്കുന്ന കർത്താവെ, മോന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം എല്ലാം അപ്പന്റെ കരങ്ങളിലാണ്. നിന്റെ മക്കളുടെ ജീവിതം അനേകർക്ക് പിന്നെയും ഒരാശ്വാസമായി തീരട്ടെ. അവരെ ഏൽപ്പിക്കപ്പെട്ട ദൈവസഭയ്ക്കായിട്ട് സ്തോത്രം. കർത്താവരെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണം. ഇന്ന് ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഈ വാചകം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കിയാട്ടെ. നന്മകൾ കൊണ്ട് നിറച്ചനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്ന സകലമാന മഹത്വം ഒടുന്നെടുക്കണം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.